അത് നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം. ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ സംഘാടകരൊക്കെ പോലീസ് സ്റ്റേഷനിലടക്കമൊക്കെ വരണം. നിങ്ങൾ തിരിച്ചു മരിച്ചു. ഒരു സൈഡിൽ ഇത് ഉപയോഗിച്ച് നശിച്ച മനുഷ്യന്മാർ, പോലീസിനെ അടിച്ച മനുഷ്യന്മാർ, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് കുത്തിയ മനുഷ്യന്മാർ, ഇവരുടെ പാരന്റ്സ് വരുന്ന ഒരൊറ്റ കാഴ്ച മതി എന്തുകൊണ്ടാണ് ഈ നാട് നന്നാവാത്തെന്ന് മനസ്സിലാകാം. കേരളത്തിലൊരു രക്ഷാകർത്താവും തന്റെ മക്കൾ തലതിരിഞ്ഞവരാണെന്ന് വിശ്വസിക്കുന്നില്ല. എന്റെ മക്കൾ തെറ്റ് ചെയ്തു എന്ന് ആർജവത്തോടു കൂടി പറയുന്ന പുതിയ തലമുറയിലെ പാരന്റ്സിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എന്റെ അച്ഛനെയും മുഹമ്മദിന്റെ ബാപ്പനെല്ലാം എനിക്ക് കെട്ടിപ്പിടിച്ചിട്ട് പൊന്നുപോലെ കൊണ്ടുനടക്കാൻ തോന്നാറ്. നമ്മളൊക്കെ വഴിതെറ്റുമ്പോൾ നമ്മളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവന്ന മഹാന്മാരായ രക്ഷാകർത്താക്കൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ മൈക്കൊക്കെ പുറകിലെത്തിയെന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നു. ഇതെന്റെ അച്ഛന്റെ മാത്രം കഴിവല്ല. ഇപ്പുറത്തെ മുഹമ്മദിന്റെ ബാപ്പയുടെ, എന്റെ സൂഫി മാഷുടെ, എന്റെ കൃഷ്ണൻ മാഷുടെ, അങ്ങനെ ഓരോ എല്ലാ അയൽക്കുടി ടീച്ചറുടെ ഒക്കെ, സുബൈദ ടീച്ചറുടെ ഒക്കെ കയ്യൊപ്പുകൾ എന്റെ വളർച്ചയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അന്നേരം നമുക്ക് ഓരോന്നും കൊല്ലണം എന്ന് തോന്നി. അങ്ങനെ കൃഷ്ണൻ മാഷ കണ്ണെടുത്താലും തോന്നിയത്. പക്ഷെ ആ കൃഷ്ണൻ മാഷാണ് എന്നെ മൈക്കൊക്കെ പുറകിലെത്തിച്ചത്. പക്ഷെ അങ്ങനെയുള്ളൊരു അച്ഛനാവാൻ എനിക്ക് പറ്റുന്നില്ല. അതാണ് എന്റെ സങ്കടം. എനിക്കിതൊക്കെ അറിയാം, എന്റെ മക്കളെ ഇങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ അറിയാം. എന്റെ മക്കളെ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. അപ്പോഴൊക്കെ ഒരുത്തി നടുവിൽ വന്ന് നിൽക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഏടിയൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പൊ ഈ ലഹരി എന്ന് പറയുന്ന ക്ലാസ് എടുക്കുമ്പോൾ കള്ളും കഞ്ചാവും എല്ലാം എടുത്ത വിഷയം അതെല്ലാ കാലത്തും ഇവിടെ ഇല്ലേ? ഇപ്പൊ നിങ്ങൾ എന്റെ മുമ്പിലിരിക്കും, നിങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിക്കാതെ നെഞ്ചു വിരിച്ച് കസേരയൊക്കെ മുമ്പിൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞു, എങ്ങനെ ഇവിടം വരെ എത്തി എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തുന്നിടത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കും. നിങ്ങളുടെ മുഖത്ത് ഇപ്പോഴില്ലേ ഒരു പേടിയില്ല. നിങ്ങളിപ്പം വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാം, എന്റെ വീട്ടിൽ ഇതൊന്നുമില്ല. ഞാൻ 5 പ്രാവശ്യം നിസ്കരിക്കുന്നുണ്ട്. ഈ നാട്ടിലെല്ലാവർക്കും സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു തരത്തിലും എന്റെ കുടുംബം തകരില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. കുറച്ചാളെ മുഖത്തൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ പണ്ടാരം എപ്പാ നിർത്തുക. മനസ്സിലായില്ല? പ്രസിഡന്റ് നിൽക്കുന്നോണ്ട് പോലും കൂടാ ഇതെല്ലാം എത്ര കേട്ടതാണ്. ഇങ്ങനെയൊക്കെ ഞങ്ങളെ ജില്ലകളിൽ. പക്ഷെ എനിക്ക് സങ്കടം എന്താ അറിയോ, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ 4 വയസ്സ് മുതൽ 18 വയസ്സുള്ള മക്കളെ വീട്ടിലിരുത്തി ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളുടെ മക്കൾ ആ ലോകത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ള വല്ല ബോധം നിൽക്കുന്നുണ്ടോ? 1-2 എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഈ പേപ്പർ വായിക്കുന്ന ടീമാണല്ലോ. പേപ്പർ വായിക്കുന്നില്ല, കണ്ടിട്ടില്ല. രാവിലെ വീടിന്റെ മുറ്റത്ത് ഒരു 4 മടക്കുള്ള ഒരു സാധനം വന്ന് വീഴും. അതൊന്ന് എടുക്കണം. അത് ഇങ്ങനെ തുറക്കാം, ഇങ്ങനെ തുറക്കാം, എങ്ങനെ വേണമെങ്കിലും തുറക്കാം. അതിൽ കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് കുറെ സംഗതികൾ കുനാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നാട്ടകങ്ങളിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ്. അവിടെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഞാനിപ്പോ കാണാൻ നല്ല സുന്ദരനായ പോലീസുകാരല്ല. എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അല്ല എന്നെ പോലെ ആകണമെന്ന് നിങ്ങൾ തോന്നിയില്ല. നല്ല ഒരു ഐറ്റും വെയിറ്റും ഗുണ്ടുപണി ഇല്ലേ, അങ്ങനെ ഒന്നുമില്ലേ? പക്ഷെ എന്നെ പോലെ ആവാൻ ആരും പ്രാർത്ഥിക്കരുത്. 11 ആക്സിഡന്റ് ആയിട്ട് എല്ലാം കൂടി വെച്ചാൽ ഞാൻ എന്നെ കാണുമെന്നുണ്ടോ? മരണത്തിൽ നിന്ന് കഷ്ടി ഓരോ ആക്സിഡന്റിലും രക്ഷപ്പെട്ടൊരു ചങ്ങായിയാണ്. എന്നെ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞു, ഇന്ത്യ ഐറ്റും ഇന്നെപ്പോലെ ആയാൽ മതിയെങ്കിൽ പോലീസിൽ നിൽക്കുവാൻ പറ്റും. ഞാൻ പറയാൻ ഇടയ്ക്ക് നിൽക്കുവാൻ തന്നെ പറ്റുന്നില്ല. ഒട്ടുവേദനയായിട്ടൊരു നിവൃത്തിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെ കാണുമ്പോൾ അവന്റെ സ്വഭാവം, അവന്റെ രീതിയൊന്നും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. നമ്മൾ ആകൃഷ്ടരാവുകയാണ്, അവനെ പോലെ ആവണം. സ്വപ്നങ്ങളില്ലാത്ത ലോകം, അതിന്റെ നേരത്തെ സാറ് പറഞ്ഞത്, മനുഷ്യന്മാർക്ക് സ്വപ്നങ്ങളില്ല. ആ സ്വപ്നങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്കും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് വിഷയം. എന്റെ മക്കൾക്ക്, എന്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഓലെ ഇങ്ങനെ സഞ്ചരിപ്പിക്കാനാണ് ഇഷ്ടം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പറപ്പിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം മക്കൾക്ക് കിട്ടണമെന്ന് വാശിയുള്ള ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത്. ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടിരുന്നു. എന്റെ മക്കൾ കഷ്ടപ്പെടുന്നത്. എന്റെ ബാപ്പാനക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചെന്നില്ല, കൊടുക്കണം. ജനിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു. ബൈക്ക് ഞാനല്ല എപ്പാ പഠിച്ചത്. എന്റെ പിള്ളേർ ഇപ്പോഴേ പറപ്പിക്കണം, പറന്നോട്ടെ എന്ന്. ഞാൻ കണ്ട ഈ MDMA-യും കഞ്ചാവും ലഹരിയും ഒക്കെ ഉപയോഗിച്ച് നശിച്ച മനുഷ്യജന്മങ്ങൾക്ക് മുഴുവൻ അവർ ബൈക്കുള്ളവരായിരുന്നു. സ്വന്തമായി മൊബൈൽ ഫോൺ ഉള്ളവരാണ് 10ഉം 11ഉം വയസ്സിൽ ഈ ലോകത്തേക്ക് നശിച്ചു പോയത്. അതുകൊണ്ട് എനിക്ക് 2-3 കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുള്ളത്.
ഒന്ന്, ഈ ലഹരിക്ക് നിങ്ങളൊന്നും ലഹരി ഉപയോഗിക്കാത്ത കാരണം എന്താണെന്ന് ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കണം. ഓക്കെ. രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് പുതിയ തലമുറ ഈ സാധനം ഉപയോഗിക്കുന്നത്? അതിനെന്താ നിങ്ങൾക്ക് ഇപ്പൊ പേടിയില്ലാത്തെന്ന് അറിയോ? നിങ്ങൾക്ക് കേരളത്തിനെ കുറിച്ച് അറിഞ്ഞൂടാത്തോണ്ടാ? നിങ്ങൾക്ക് കേരളത്തിനെ കുറിച്ച് വല്ലതും അറിയാമോ? കേരളം കൊറോണക്ക് മുമ്പേ 6ാം സ്ഥാനത്തായിരുന്നു ലഹരിയുടെ ഉപയോഗത്തിൽ. ഓക്കെ. കേരളം 2017 ഇന്ത്യയിൽ 6ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ എന്റെയൊക്കെ ഉഷാരൻ പ്രവർത്തനം കൊണ്ട് ഈ കാലഘട്ടത്തിൽ കേരളം 1ാം സ്ഥാനത്തേക്ക് കുതിച്ചു വരും. നമ്മള് പുതിയ സംസ്ഥാനമായ പഞ്ചാബിനെയും സിക്കിമിനെയും തോപ്പിച്ചു കഴിഞ്ഞു. നമ്മള് എന്തിന്റെ കാര്യത്തിൽ? ഈ കള്ളിന്റെയും കഞ്ചാവിന്റെയും പുതിയ ഡിജിറ്റൽ ലഹരിയുടെയും കാര്യത്തിൽ. ഈ ഒരു വിഷയങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഇപ്പോഴും ആത്മവിശ്വാസമാണ്. കാരണം ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ കുടുംബത്തിൽ ബാപ്പ ഉപയോഗിച്ചില്ല, ഉപ്പാപ്പ തീരെ ഉപയോഗിച്ചില്ല, ആന 3 ഉണ്ടേനും ആടിപ്പോഴും ഉണ്ട്. ഇങ്ങനെ കുടുംബത്തിനെ കുറിച്ച് മാഹാത്മ്യം പറഞ്ഞ് നടക്കുകയാണൊക്കെ. നിങ്ങൾ ഇന്ന് ചിന്തിക്കണം, ഈ 6 കൊല്ലം മുമ്പേ 6ാം സ്ഥാനത്തായിരുന്ന കേരളം എങ്ങനെയാണ് 2025 1ാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? അതിന് കേരള ഗവൺമെന്റ് നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു കണക്കുണ്ട്. കേരളത്തിൽ ഉപയോഗിച്ച വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോ, ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച മനുഷ്യൻ മുതൽ ഇപ്പം മരിക്കാൻ പോകുന്ന ആളുകൾ വരെ, അതാണ് ജനസംഖ്യ. ഇവിടെ വിറ്റ മദ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോ ഒരാൾ ഉപയോഗിച്ച മദ്യത്തിന്റെ അളവ് കിട്ടി. ഓക്കെ. എത്രയെന്നറിയുള്ളത്? 4.7 ലിറ്റർ മദ്യമാണ് നമ്മളിൽ ഒരാൾ കഴിക്കുന്നത്. അതായത് സുഹൃത്തെ, ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം 4.7 കുടിക്കുന്നുണ്ട്. നിങ്ങൾ കുടിക്കുന്നുണ്ടോ? കുടിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കുടിക്കണം 9.4. നിങ്ങൾ കുടിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ സാറേ നിങ്ങൾ കുടിക്കേണ്ടി വരും 13.something. നിങ്ങൾ ആരും കുടിക്കുന്നില്ല എന്നാ പറയുന്നെങ്കിൽ ബാക്കി അൻസാർക്കാ കുടിക്കേണ്ടി വരും. ഇനി അൻസാർക്കും കുടിക്കുന്നില്ല എന്നാണ് മൂപ്പറുടെ വാദമെങ്കിൽ ഞാൻ കുടിച്ചു പറ്റിക്കണമെന്നുണ്ട്. ആരും കുടിക്കുന്നില്ല. അതാണല്ലോ കണക്ക്. നിയമസഭക്കുള്ളിൽ ഒരു കാരണവശാലും കള്ളം പറയാൻ കഴിയില്ല. പുറത്ത് പറയുന്ന പോലെയല്ല, നിയമസഭക്കുള്ളിൽ കള്ളം പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ കേരളത്തിന്റെ കണക്ക് 4.7 ലിറ്റർ നിങ്ങളുടെ പേരിൽ ആരോ കുടിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. 4.7 ലിറ്ററോ 10 ലിറ്റർ വരെ ആവുന്നത്. പുതിയ കണക്ക് വന്നിട്ടില്ല. 9.something വരെ നമ്മള് ആധികാരിക. അപ്പൊ മാഹിയിലൊട്ട് കൂട്ടിയിട്ടില്ലേ കള്ളിൽ? മാഹിയിലെയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കസേര വന്ന് എണീറ്റ് വരില്ല. ഈ 4.7 ലിറ്റർ നിങ്ങളുടെ പേരിൽ ആരാ കുടിക്കുന്നത്? ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ വീട്ടിലേക്കൊന്ന് പോയാട്ടെ. ഞാൻ ഇപ്പൊ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഇന്ത്യ നന്നാക്കുമെന്നും തൽക്കാലത്തേക്ക് നിൽക്കണ്ട. അതല്ല, ആരെങ്കിലും തൽക്കാലത്തേക്ക് അത് വിട്ടുകൊടുക്കുന്നു. കേരളം നന്നാക്കാൻ തീരെ നോക്കണ്ട, എന്തെങ്കിലും ആവട്ടെ. അവന് ഈ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി നന്നാക്കുവാൻ നിങ്ങൾ നോക്കണ്ടേക്ക്. ഈ മഹലിന്റെ കാര്യവും നിങ്ങൾ വേദാറല്ല. അതിനൊക്കെ തങ്കപ്പെട്ട മനുഷ്യന്മാരുടെ ഉണ്ട്. ഈ നിമിഷം മുതൽ, ഈ ലഹരി വിമുക്ത പോരാട്ടം ആരംഭിക്കുന്ന ഈ നിമിഷം മുതൽ നിങ്ങളുടെ വീട് സുരക്ഷിതമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും ഉറപ്പിക്കുക. ഇത് മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഓരോ വീടും സുരക്ഷിതമായ സ്ഥലത്ത് സമൂഹം സുരക്ഷിതമാവും. സമൂഹം സുരക്ഷിതമായാൽ കൊയിലാണ്ടി സുരക്ഷിതമായി, പിന്നെ കേരളം സുരക്ഷിതമായി, പിന്നെ ഇന്ത്യ സുരക്ഷിതമാവും. ഇനി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ വീട്ടിലേക്കൊന്ന് വെറുതെ ഒന്ന് അങ്ങ് പോട്ടെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് നല്ല ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? വാട്സപ്പിൽ നോക്കണോ? ഗ്രൂപ്പിൽ ആരെല്ലാം വീട്ടിലുള്ളതെന്ന് വേണോ? വേണ്ട. എന്നൊന്ന് ആലോചിക്ക്. ആ വീട്ടിൽ 4.7 കുടിക്കണ കുടുംബാംഗങ്ങളെ കൂട്ട്. അതിൽ ആരെങ്കിലും കുടിക്കുന്നുണ്ട് നിങ്ങളെ വീട്ടിൽ? എടാ കുട്ടി, എടോ ഓറഞ്ച്, ഇനി ആരെല്ലാം ആലോചിച്ച വീട്ടിലുള്ള കുടിക്കുന്നുണ്ട് ആരെങ്കിലും? ഇല്ല. ആരെല്ലാം ആലോചിച്ചതെന്ന് പറഞ്ഞാട്ടെ. ഉപ്പ, കുടുംബക്കാരെ മൊത്തം ആലോചിച്ചില്ല. വെരി ഗുഡ്. അതിൽ ആരോ കുടിക്കുന്നുണ്ടോ? കഞ്ചാവൊന്നും വലിക്കുന്നില്ല. തങ്കപ്പെട്ട നാടാട്ടോ എന്നൊരു സ്വകാര്യം വേണ്ട. അപ്പൊ നിങ്ങളെ പേരുടെ വീട്ടിൽ ആരും കുടിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലേ നിങ്ങളെ കണക്കൂട്ടിയത്? പിന്നെ എങ്ങനെയാണ് കേരളം 6 കൊല്ലം മുമ്പ്, നിങ്ങളുടെ വീട്ടിൽ 6 കൊല്ലം മുമ്പുള്ള അതേ സ്ഥിതിയാണ് ഇപ്പോഴും? 6 കൊല്ലം മുമ്പുള്ള വാപ്പയും ഉപ്പാപ്പയും ലേശം സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ ആ സിഗരറ്റ് തന്നെ ഇപ്പോൾ അയാൾ വലിക്കുന്നുള്ളൂ. ലേശാരം കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ അതേ കള്ളു കൂടിയാണ് ഈ പ്രായമുള്ളവർ കുടിക്കുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മളെ വെപ്പ്. പിന്നെ എങ്ങനെ കേരളം 1ാം സ്ഥാനത്തേക്ക് വന്നു എന്ന് ചർച്ച ചെയ്യപ്പെടത്തോളം കാലം ഈ ലഹരി വിരുദ്ധ പോരാട്ടം വിജയിക്കില്ല. എങ്ങനെയാ 1ാം സ്ഥാനത്തേക്ക് കേരളം വന്നത്? കേരള ഗവൺമെന്റിന്റെ രണ്ടാമത്തെ കണക്ക് അതാണ്.
2023 ഡിസംബർ 31 കണക്ക് പ്രകാരം കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും ചെറിയ പ്രായം 12 വയസ്സാണ്. എത്ര വയസ്സ്? 12 വയസ്സ്. ചങ്ങായി എത്ര വയസ്സായി? കറക്റ്റ് വയസ്സായില്ലേ? ഇനിയിപ്പോ ഇത് ഉപയോഗിക്കുന്നു കള്ളാണോ? 12 വയസ്സ് വരെ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. എനിക്ക് ഏകദേശമായില്ലേ? ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഉറപ്പാണ്. നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞാട്ടെ ഉറപ്പ്. വെരി ഗുഡ്. ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കുക കുട്ടിക്ക്. ഇതാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം. നിങ്ങളെ വീട്ടിൽ ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾക്കിപ്പോ ഞാൻ ഈ കുട്ടിയോട് നീ ഇതാ ഉപയോഗിക്കുന്നത് ചോദിച്ചപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നിയില്ലേ? മഹലിൽ എല്ലാവർക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലോ. നല്ല നോക്കിയട്ടെ. നിങ്ങൾക്ക് തോന്നി എന്താ അറിയോ? നീ അപ്പാട് മൈക്കയിൽ പിടിച്ച് പറയാ ഓൻ കുടിക്കുന്ന ഇനി വേണ്ടിയിരുന്നു. ഓന്റെ കുടുംബത്തിന്റെ അഭിമാനം, ഓന്റെ മാനം, ഓന്റെ ഉപ്പാപ്പന്റെ ഈ ഇതെല്ലാം നീ ആലോചിച്ചിട്ട് വേണ്ടേ പറയാൻ? അതൊക്കെ നിങ്ങൾക്ക് ചിന്ത ഉണ്ടെങ്കിൽ അത് 10-15 കൊല്ലം മുമ്പ് ചിന്തിക്കേണ്ട ചിന്തയായിരുന്നു. 2025 10 വയസ്സുകാരൻ ലഹരി വസ്തുവിന്റെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട് എന്ന് ആധികാരികമായിട്ട് ചരിത്രം പറയാൻ രേഖകൾ സംസാരിക്കുന്നുണ്ട് എങ്കിൽ ആ കുട്ടിയെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കുട്ടി ആ ലോകത്തേക്ക് സഞ്ചരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രക്ഷാകർത്താവ് കൂടെ ഉണ്ടാവണം. അല്ലാത്തിടത്തോളം ഈ ലഹരി വിരുദ്ധ പോരാട്ടം വിജയിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ലഹരി വിരുദ്ധ പോരാട്ടം വിജയിക്കാത്തതെന്ന്? നിങ്ങളും ഞാനും ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. ആരാ ലഹരിയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നത്? ഞാൻ പറഞ്ഞ ഈ കാര്യത്തിനോട് ഉപയോഗിക്കുന്നത് 10 വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടോ? വടകര ടൗണിലുള്ള 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും കുട്ടികൾ 5 ബസ്സിലായിട്ട് ഊട്ടിയിലേക്കാണ് ടൂർ പോയത് കഴിഞ്ഞ ഡിസംബറിൽ. എക്സൈസ് ആ വണ്ടി നിർത്തിച്ചല്ലോ. ആ വണ്ടി പരിശോധിച്ച് നോക്കിയപ്പോ വണ്ടിയിൽ നിന്ന് കിട്ടിയ എന്താ? 5 വണ്ടിയിൽ നിന്നായിട്ട് പോലീസിനും എക്സൈസിനും കൂടി സംയുക്തമായി സെർച്ച് നടത്തിയപ്പോ കിട്ടിയത് 40 കുപ്പി മദ്യമാണ്. നിങ്ങളിങ്ങനെ ലഹരി വരുന്ന ക്ലാസ് കേട്ടിരുന്നോളി. പിള്ളേര് ബസ്സിൽ ടൂർ പോകുമ്പോ കണ്ണും കഞ്ചാവിനെ എടുത്തിട്ടാ പോകുന്നു. മനസ്സിലായില്ലേ? ഇത് കണ്ണുകൊണ്ട് കാണുന്നവനാണ് ആര്? പോലീസുകാരൻ. ഇത് നിങ്ങളോട് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാ സക്സസ് ആകുമ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം? അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ആ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ മക്കളെ വീട്ടിൽ ഇരുത്തി വരുന്നത്? ആ കുട്ടി ഏത് ലോകത്താണ് സഞ്ചരിക്കുന്നതെന്ന് ഏതെങ്കിലും പാരന്റ്സ് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇതുവരെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ വടകര ജോലി ചെയ്യുമ്പോൾ ആ വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിലുള്ള ആ റോഡിലൂടെ 6ാം ക്ലാസ്സിലെ കുട്ടി ഓടി വീട്ടിലേക്ക് പോകുമ്പോ ആ വീട്ടിലെ ആ കുട്ടിയുടെ ബാഗ് ഇങ്ങനെ കുലുങ്ങി ക്ലിപ്പൊക്കെ തുറന്നു പോയപ്പോ ആ ബാഗിൽ നിന്നൊരു പൊതി താഴെ വീണല്ലോ. ആ പൊതി പോലീസുകാരനെടുത്ത് ഭക്ഷണ പൊതിയാണെന്ന് കരുതി കുട്ടിയുടെ കയ്യിലേക്ക് വീണ്ടും ഏൽപ്പിച്ചപ്പോ ആ കുട്ടിയുടെ കൈ തട്ടിയ പൊതി താഴേക്ക് വീണ്ടും പൊട്ടിപ്പോയില്ലേ? കല്ലിൽ തട്ടിയ പൊതി ചിതറിപ്പോയപ്പോ ആ പൊതിയിൽ നിന്ന് വീണ സാധനം കണ്ട് ഞെട്ടിയത് കുട്ടിയല്ല, അത് കണ്ട പോലീസുകാരനാണ്. ആ 6ാം ക്ലാസ്സുകാരുടെ ബാഗിൽ നിന്ന് പോലീസ് താഴെ വീണ് ചിതറിയ സാധനം 2.25 കിലോ കഞ്ചാവായിരുന്നു. 6ാം ക്ലാസ്സുകാരുടെ ബാഗിൽ നിന്ന്. ഉഗാണ്ടയിലെ കഥയല്ല, തൊട്ടപ്പുറത്ത് വടകരയിലെ കഥയായിരുന്നു. ഈ 2.25 കിലോ കഞ്ചാവ് കിട്ടിയപ്പോ കുട്ടിയോട് ചോദിച്ചു, കുട്ടി ഇത് എവിടുന്ന് കിട്ടി എനിക്ക്? ആ കുട്ടി പറഞ്ഞ മറുപടി എന്താ അറിയോ? ഈ ഏട്ടൻ തന്നു പോലീസെ, ആ ഏട്ടന് കൊണ്ട കൊടുക്കണം. അതിന് നിനക്ക് എന്താ സമ്മാനം കിട്ടിയതെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞെന്നറിയോ? സിൽക്കി ബാറിന്റെ ഒരു മുട്ടായി. എത്ര പ്രാവശ്യം നീ ഇത് കൊണ്ടുകൊടുത്തു എന്ന് ചോദിച്ചപ്പോ സ്കൂൾ തുറന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഏട്ടൻ തരുന്നു, ഞാൻ അവിടെ കൊണ്ടുകൊടുക്കുന്നു. അതിനെന്താ തെറ്റ് പോലീസെ? 6ാം ക്ലാസ്സിൽ ചോദിച്ച ചോദ്യമാണ്, ന്യായമായ ചോദ്യം. അവിടെയാണ് എന്റെ വിഷയം എന്നറിയോ? ഈ ക്ലാസ്സെല്ലാം എടുത്ത് ഇങ്ങനെ ബേജാറായി നിൽക്കുമ്പോൾ എന്റെ ഇപ്പോഴത്തെ വിഷയം എന്നാണ്, എനിക്ക് ചെറിയ സൂക്കേട് തുടങ്ങിയിട്ടുണ്ട്. എന്റെ സ്റ്റേഷനിൽ കാണുന്ന ഏത് സംഗതിയും എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പൊ. ഞാൻ നോക്കുമ്പോൾ എനക്ക് മാത്രമല്ല, സകല പോലീസാണ്. എന്റെ സ്റ്റേഷനിൽ എന്ത് നടന്നാലും പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ പോയാൽ കാണാം ഒരു എന്നുള്ള ഒരു പരക്കം പാച്ചിൽ കാണാം. ഓരോ മൂലം പോയിട്ട് ഈ സംഗതി എന്റെ വീട്ടിലില്ല എന്ന് ഉറപ്പിക്കുന്ന പോലീസ് സ്റ്റേഷൻ. ഇപ്പോ ഈ 10 വയസ്സുകാരനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ എന്റെ മക്കളെ 10 വയസ്സുകാരനെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഈ 6ാം ക്ലാസ്സുകാരിയുടെ ബാഗ് തുറന്ന് പൊതി വീണ് പോയപ്പോ ആ കുട്ടിയോട് ചോദിച്ചപ്പോ കുട്ടി സിൽക്കി ബാർ മുട്ടായി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് എന്റെ അടുത്തേക്ക് പോയി. പിന്നെയും എന്റെ സ്റ്റേഷൻ നടക്കുന്നത് എന്റെ മോള് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മേലെ ഇരിക്കുന്ന അതിനെപ്പറ്റി താഴെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഞാൻ ചോദിച്ചു, ഇനിക്കാരെങ്കിലും സിൽക്കി ബാർ മുട്ടായി തന്നിട്ടുണ്ടോ? മോളത് തന്നിട്ടില്ല, വേണം നിനക്ക് ഇങ്ങനെ നീട് രക്ഷ നമ്മൾ കൊടുത്തു. ഞാൻ ഇതിനെ കൊടുത്തെന്നറിയാം.
ഞാൻ എൻ്റെ മക്കളോട് ദിവസവും പറയുന്നൊരു വർത്തമാനമുണ്ട്, 18 വയസ്സ് വരെ നീ കുട്ടിയാണ്. 18 വയസ്സ് വരെ നീ കുട്ടിയാണ്. 11 വയസ്സ് വരെ 18 വയസ്സ് വരെ നീ കുട്ടിയാണ്, വെറും കുട്ടി. നിന്നെ നിയന്ത്രിക്കാനും ശാസിക്കാനും തിരുത്താനും ആളുണ്ടാവണമെന്നാണ് നിയമം പറയുന്നത്. ആ കുട്ടി ദിവസവും ഞാൻ എൻ്റെ മക്കളെ വിളിച്ചിട്ട് പറയുന്നത്, നിന്റെ അച്ഛൻ ഞാനാണ്. ദിവസവും പറയും. ആ ചെക്കൻ ചോദിച്ചു, എല്ലാ അച്ഛൻ ദിവസവും പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയും, 18 വയസ്സ് വരെ എനിക്ക് എൻ്റെ അച്ഛനെയും തിരിയില്ല, എൻ്റെ വീടേതാണെന്നും തിരിയില്ല. അതുകൊണ്ട് തന്നെ 18 വയസ്സ് വരെ ഇന്ന് ഞാൻ നിയന്ത്രിക്കും. എൻ്റെ അച്ഛനാണ് ഞാൻ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കതെല്ലാം ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെയാണല്ലോ കുട്ടികൾ. ഇപ്പൊ നിങ്ങളെ എന്നെ എൻ്റെ വയസ്സിനും മക്കളും കൊല്ലാണ്ട് കൂടെ എല്ലാം പോകുമ്പോൾ നിങ്ങൾ വെറുതെ ആ ചെക്കനോട് ചോദിക്കും, നിന്റെ അച്ഛൻ ആരാണ് ചോദിച്ചോ നിങ്ങൾ. അച്ഛൻ 18 വയസ്സ് വരെ, അത് 18 വയസ്സ് വരെ ഞാൻ അച്ഛൻ മതി. അത് പറഞ്ഞോ, 18 വയസ്സ് വരെ നമ്മളെ മക്കളാണെന്ന് ഈ കുട്ടിക്ക് തോന്നണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിയോട് പറയും, എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും 18 വയസ്സ് വരെ ചോദിക്കേണ്ട ചങ്ങായി ഞാനാണ്. 18 വയസ്സ് വരെ എൻ്റെ കാമുകൻ ഞാനാണ്, എൻ്റെ അച്ഛൻ ഞാനാണ്, എൻ്റെ സുഹൃത്ത് ഞാനാണ്. എന്നെ എൻ്റെ അമ്മേനെയും വീട്ടുകാരെയും കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരെങ്കിലും ഉള്ളൂ 18 വയസ്സ് വരെ. അവിടെ ഓൾ എന്ത് ചോദിച്ചാലും ഞാനത് പരിഗണിക്കും. അതാണ് നേരത്തെ സാറ് പറഞ്ഞത്, കുടുംബത്തിൽ പരിഗണന വേണം. കുട്ടി എന്ത് സംഭവിച്ചാലും വീട്ടിൽ വന്ന് പറയണമെങ്കിൽ കുട്ടിക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അതാരുണ്ടാക്കി കൊടുക്കണം? വീട്ടുകാരുണ്ടാക്കി കൊടുക്കണം. കുട്ടി പറയുന്നത് കേൾക്കാനുള്ള സാവകാശം ഉണ്ടാവണം. അതുകൊണ്ടാണ് സിൽക്കി ബാർ മുട്ടായി ആഗ്രഹിച്ചിട്ട് എന്നോട് ചോദിക്കാത്തതിന് അതിനൊന്ന് പൊട്ടിച്ചെന്നിട്ട് കൊടുത്തത്. മനസ്സിലായില്ലേ? പിറ്റേ ഞാൻ സിൽക്കി ബാർ മുട്ടായും കൊടുത്ത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് കിട്ടിയോ? വേണ്ടച്ച, അച്ഛൻ തന്നെ തരുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ അതിന്റെ കൂടെ ഒരു അടിയും കൂടിയായപ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ ബോധ്യം. മനസ്സിലായില്ല? അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയല്ല അതിന്റെ വിഷയം. അതല്ല, ഈ സങ്കടമൊക്കെ എനക്കുണ്ടല്ലോ. ഈ പുതിയ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരേണ്ടി വന്നാൽ പാരന്റ്സിനെയും കൂടി കൂട്ടിക്കൊണ്ടുവരണം. ഈ 6ാം ക്ലാസ്സിലെ കുട്ടീന്റെ അമ്മ നമ്മൾ വിളിച്ചു, അച്ഛൻ ഗൾഫിലാണ് പോയി. ആ അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നൊരു വരവുണ്ട്. നല്ല അങ്ങനെ ഒരു എഴുന്നള്ളത്തിന് ഇങ്ങനെ വരണം കേട്ടാ. ഈ കുട്ടി ഒളിച്ചോടിയാലല്ലോ കുട്ടീന്റെ ഉമ്മയും അമ്മയിലും വരുന്നൊരു വരവുണ്ട്. ഈ ഒളിച്ചോടിയാല് ഈ അമ്മേന്റെ വരവോടുകൂടി ഞങ്ങൾക്ക് വീട്ടിൽ പോവാം. ലോകത്ത് കുട്ടി ഒളിച്ചോടിയത് ഏറ്റവും അവസാനം അറിയുന്നത് ഉമ്മയും അമ്മയാണ്. അമേരിക്കൻ പ്രസിഡന്റ് അടക്കം അറിഞ്ഞാലും അമ്മ പറയാം, എന്റെ കുട്ടി അവനെ പോവില്ല. ഞാൻ അങ്ങനെയാണ് കൊച്ചിയത്. പോയി സ്റ്റേഷനിലേക്ക് വരുമ്പോ അമ്മേന്റെ ഉമ്മ ഈ പണ്ട് ഈ അമ്മയും ഉമ്മയും ചേർക്കുന്നതെന്ന് അറിയോ? പണ്ട് എനിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്തായിരുന്നു എന്ന് പറയുന്നത്, കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് മതമായിരുന്നു. 5 പ്രാവശ്യം നിസ്കരിക്കുന്ന, കൃത്യമായി വ്രതമെടുക്കുന്ന, സമ്പാദ്യത്തിന്റെ ഒരു അംശം പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന മറ്റൊരു ഏത് മതമാണുള്ളത്? അല്ലേ? അവിടെ സൂയിസൈഡ് ഇല്ലായിരുന്നു, ആത്മഹത്യ ഇല്ലായിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി, ഒളിച്ചോട്ടമില്ലായിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി. 2018 വരെ ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കൊറോണ വന്നതിന് ശേഷം ഇപ്പൊ എന്താ തിരിയുന്നറിയോ? ആരാ എയിലോടിയ ഓടുന്നതെന്ന് തിരിയുന്നില്ല. ഹിന്ദുവാണോ മുസ്ലിം? ഇപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി പറയുന്നത്, ഞാൻ ജാതിയും മതവും പറയുന്നതല്ല. ആരല്ലോ എയിലോടിയല്ലോ ഓടുന്നു. ശരിയാണോ തെറ്റാണോ? ഞാൻ 9 കൊല്ലം സൈബർ സെല്ലിലായിരുന്നു. 3700 ഒളിച്ചോട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ഓടിയ അമ്മേനെയും കണ്ടിട്ടുണ്ട്, ഓടിയ കുട്ടീനെയും കണ്ടിട്ടുണ്ട്, കോന്തപ്പനെയും കണ്ടിട്ടുണ്ട്, പുറകെ നടന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ കണ്ട് എനിക്ക് നിങ്ങളെല്ലാം കാണുമ്പോയില്ലേ, എനിക്കിപ്പോ ചിരി വരും. കുറച്ചെല്ലാം ഒളിച്ചോട്ട് മുട്ടുന്ന ആളോട് ഉണ്ട് കേട്ടാ. കാരണം നിങ്ങളെ കണ്ണുകൾ സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം ആരാ ഒളിച്ചോടെ മുട്ടുന്നതെന്ന്. എന്റെ വിഷയത്തിലല്ല, ഈ അമ്മക്ക് മാത്രമാണ് കുട്ടിക്ക് മനസ്സിലാകാതുള്ളൂ. ബാക്കി എല്ലാം നാട്ടുകാരൊക്കെ പറയുന്നോട് പോവില്ലേ, നമുക്ക് ആദ്യം തോന്നിയിട്ടില്ലേ? നാട്ടുകാരൊക്കെ പറയുന്നത് അമ്മ എന്റെ കുട്ടി അങ്ങനെ ആവൂല എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളെ ശരിക്കും നേരത്തെ പറഞ്ഞ മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ആർക്കില്ല. കുട്ടികൾക്ക് ശരിക്കും പാരന്റ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ പാരന്റ്സിന് കുട്ടീനെ ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ശരിയാണോ തെറ്റാണോ? ഈ കുട്ടി ടൂറിന് പോകണമെന്ന് ഇന്ന് ഇവിടുന്ന് വിചാരിച്ചായില്ലേ, അപ്പോൾ നാളെ ടൂറിന് പോയിരിക്കും. അവൻ്റെ ഉപ്പേനും ഉമ്മേനെയും എങ്ങനെ മയക്കിക്കൊണ്ടേരണമെന്ന് അറിയാം. നിങ്ങൾ ഇവിടുന്ന് എന്റെ കുട്ടീനെ ഞാൻ ഇന്ന് ടൂറിന് വിടൂല എന്ന് പ്രതിജ്ഞ ചെയ്ത് പോയാലില്ലേ, നാളെ അടുത്ത് നിങ്ങളും ഉണ്ടാവും. കാരണം നിങ്ങളെ മനസ്സായിട്ട്. പക്ഷെ ആ കുട്ടീന്റെ മനസ്സ് നമുക്കറിയില്ല. എന്നാൽ ഈ അമ്മ വന്ന് പോലീസ് അവരോട് പറഞ്ഞു, നിങ്ങളെ
കയ്യിൽ നിന്ന് ചെറിയ ഒരു സാധനം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ ഷൗട്ട് ചെയ്തുകൊണ്ട് പോലീസിനോട് പറഞ്ഞ കുറച്ച് വർത്തമാനമുണ്ട്. ഈ അമ്മ സ്റ്റേഷനിലേക്ക് വിളിച്ചു വന്നപ്പോൾ അമ്മ പോലീസിനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. പോലീസെ, എന്റെ മകൾക്ക് കഞ്ചാവ് വിറ്റ് ജീവിക്കേണ്ട ഗതികേടില്ല. എന്റെ ഓറുന്ന ഭർത്താവ് ഗൾഫിൽ 1.5 ലക്ഷം ശമ്പളത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും അങ്ങനെ കഞ്ചാവ് വിറ്റ് ജീവിക്കേണ്ട ഗതികേടില്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്റെ മോളുടെ പേരിൽ പോലീസായിരിക്കും കഞ്ചാവ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. കുട്ടി പോലീസിനോട് പറയാം, 6 മാസമായി ഞാനിത് കൊണ്ടുപോകുന്നുണ്ട് എന്ന് കുട്ടി ഇവിടുന്ന് പറയുമ്പോൾ അമ്മ ഈ കുട്ടിയുടെ ബാഗിൽ ഇതില്ല എന്ന് പറയുമ്പോൾ എന്തായിരുന്നു കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന വികാരം? അവിടെയാണ് വിഷയം. ഇത് തന്നെയാണ് ഈ നാട് നന്നാവാത്തതിനുള്ള ഏറ്റവും വലിയ കാരണം. മക്കളെ അമിതമായി വിശ്വസിക്കുന്ന രക്ഷാകർത്താക്കൾ. എല്ലാ കുറ്റങ്ങളും പോലീസിന്റെ മേലെ ചാർത്ത. പോലീസ് തെറ്റ് ചെയ്തിട്ടുള്ള പോലീസ് തെറ്റുകാരനായി ശിക്ഷിക്കപ്പെടുക തന്നെയാണ്, അതിനൊന്നും തർക്കവുമില്ല. പക്ഷെ മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്ന ആത്മവിശ്വാസമുള്ള രക്ഷാകർത്താക്കളായി ഇന്നു മുതൽ നിങ്ങൾ മാറിയിരിക്കും. ഈ സമൂഹത്തിൽ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരങ്ങൾ മക്കൾക്ക് കൊടുക്കണം. മക്കൾക്ക് തെറ്റൊക്കെ പറ്റും. അതുകൊണ്ട് ഈ അമ്മ ഈ വാദം ഉന്നയിക്കുന്നത് തന്നെയാണ് ഈ നാടിന്റെ ശാപം. ഈ നാട്ടിൽ ലഹരി കടത്തുവാൻ ഏറ്റവും നല്ല മാർഗം മക്കളുടെ ബാഗാണെന്നും മക്കളുടെ ശരീരമാണെന്നും മനസ്സിലാക്കുന്ന ഒരു ലഹരി മാഫിയയും എന്റെ മക്കളുടെ കയ്യിൽ ഇതൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന രക്ഷാകർത്താവും ഉള്ളിടത്ത് ആരാണ് വിജയിക്കുക? നാടാണോ വിജയിക്കുക? ലഹരി മാഫിയാണോ വിജയിക്കുക? ആരാ വിജയിക്കുക? ലഹരി മാഫിയ വിജയിക്കുക. അത് തന്നെയാണ് ഈ നാട്ടിലെ മാഫിയ വളരാനുള്ള സാഹചര്യം. ഞാൻ ഇപ്പോഴും എന്റെ കാലത്തെ കുറിച്ച് ആലോചിക്കുന്നതായിരുന്നു. എന്റെ അച്ഛനും മോഹന്റെ പാപ്പക്കൊന്നും ഞങ്ങളെ രണ്ടാളും ഒരു വിശ്വാസമില്ല. പക്ഷെ ഇന്നത്തെ രക്ഷകർത്താക്കൾ മക്കൾ ഏറ്റവും വലിയ വിശ്വാസം, നാട്ടുകാരുടെ ഒരു വിശ്വാസം. ശരിയാണോ തെറ്റാണോ? മഹല് പറയുന്ന പോലും എല്ലാവരും അനുസരിക്കാൻ മനസ്സില്ല. ഇങ്ങനല്ലേ? അത് അനുസരണശീലം മൊത്തത്തിൽ ഇല്ലാണ്ടായിപ്പോയി. അത് മൊത്തത്തിൽ കാലഘട്ടത്തിന്റെ മോശത്തരമാണ്. പക്ഷെ അത് തിരികെ കൊണ്ടുവരണം. അനുസരിക്കാൻ, ഉപ്പയും ഉമ്മയും അനുസരിക്കാൻ, മഹലിനെ അനുസരിക്കാൻ, മതത്തെ അനുസരിക്കാൻ, സാമൂഹ്യ ബോധം ഉണ്ടാക്കുവാൻ, നിയമത്തെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മനസ്സുള്ള കുട്ടികളെ സൃഷ്ടിക്കുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇതിൽ രക്ഷകർത്താക്കൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്താ പറയുക? ഒരു രക്ഷകർത്താവിനും മക്കൾ ചീത്തയാവാനും ഇഷ്ടമല്ല. ഇവിടെ ആരെങ്കിലും ജനിക്കുമ്പോൾ തന്നെ കഞ്ചാവെന്ന് മറ്റാണോ ജനിക്കുന്നത്? ജനിക്കുന്ന കുട്ടി അപ്പാടനെ ഗുണ്ടയായിട്ടാണോ ജനിക്കുന്നത്? അല്ലല്ലോ. ഒരു അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും മക്കൾ ഗുണ്ടയാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഉപ്പ മക്കളാൽ കൊല ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ഇല്ലല്ലോ. സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ 2 നഗ്ന സത്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. ഒരു മക്കളെ കുറിച്ച് നിങ്ങൾ, മനുഷ്യനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, മൃഗങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിൽ കോഴിയുണ്ടോ? കോഴി മുട്ട വിരിയുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കോഴി മുട്ട വിരിയുമ്പോൾ എന്താ സംഭവിക്കുക? കോഴി മുട്ട വിരിഞ്ഞ ഉടനെ തന്നെ ഒരു കുട്ടി വിരയിൽ അത് 2 മിനിറ്റ് കിടുകിടുകിട് ഇങ്ങനെ ചിറക് വിരിക്കുമ്പോഴൊക്കെ അതിന്റെ ചിറകൊന്ന് ഉഷാറാവും. 5-ാമത്തെ മിനിറ്റിൽ കോഴിക്കുട്ടി പറക്കും. ശരിയാണോ തെറ്റാണോ? കോഴിക്കുട്ടി ആദ്യമേ സംസാരിക്കുക കൊക്കോ എന്നാണ്. നമ്മളെ കോഴിയെ കൊല്ലുമ്പോഴും കോഴി സംസാരിക്കുന്നത് കൊക്കോ എന്ന് മാത്രമാണ്. ജനിക്കുമ്പോഴും കോഴി പറക്കുന്ന അത്ര തന്നെയാണ്, അവസാനം പറക്കുന്ന അത്ര തന്നെയാണ്. ശരിയാണോ തെറ്റാണോ? എന്നാൽ ഒരു കുട്ടി ജനിക്കുന്നതോ? നിങ്ങൾ കുട്ടി ജനിക്കുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ കുട്ടി ജനിച്ച പാട് കണ്ടിട്ടില്ലേ? കുട്ടി ജനിച്ച പാട് എന്താകണം നമ്മൾ ആഗ്രഹിക്കുന്നത്? കുട്ടി കരയണം എന്ന് ആഗ്രഹിക്കുന്നു. അതാ ജനിക്കുന്ന കുട്ടി 60% കുട്ടിക്കും കരയാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ നേഴ്സ് കാല് പിടിച്ച് പൊന്തിച്ചിട്ട് ചാന്തിക്ക് നാളങ്ങ് പൊട്ടിച്ചെടുക്കുമ്പോഴാണ് ഈ ജനിച്ച കുട്ടിക്ക് ചിരിക്കൊക്കെ പോയി കരയാൻ പോലും പറ്റിയത്. അങ്ങനെ അടിച്ച് കരയിപ്പിച്ച ചരിത്രമാണ് കേരളത്തിലെ കുട്ടികൾ. അങ്ങനെ ആ കുട്ടീനെ അമ്മ ഇങ്ങനെ പോറ്റി അപ്പോടെ അത് പറഞ്ഞിട്ടില്ല. A4 ആപ്പിൾ എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മ ഉമ്മയെ അടുത്ത് കിടത്തിയിട്ട് ഇങ്ങനെ സംസാരിച്ച് മുറപ്പാലൊക്കെ കൊടുത്ത് അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞു, മോളെ ഇനി എന്നെ ഉമ്മാന്ന് വിളി. അങ്ങനെ ഈ കുട്ടീനെ ഉമ്മ പറഞ്ഞു കൊടുക്കുക, വിളിയുടെ ഉമ്മാന്ന്. അങ്ങനെ ഈ കുട്ടി ഉമ്മാന്ന് വിളിച്ചു തുടങ്ങുക. ആര് പറഞ്ഞു കൊടുത്തിട്ടാ? ഉമ്മ പറഞ്ഞു കൊടുത്തിട്ട്. ഇനി അമ്മയാണെങ്കിൽ അമ്മ പറഞ്ഞു വിളിക്കട അമ്മന്ന്. അമ്മ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി അമ്മ എന്നാ വിളിച്ചത്. ഇനി ചില ആൾ മമ്മ എന്ന് പറയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ആ കുട്ടി മമ്മ എന്നാ വിളിക്കുക.
അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ വിളിക്കുന്നതും ഞാൻ വിളിക്കുന്നതും ഒക്കെ ആ ജനിച്ചപ്പോ നമ്മളെ അമ്മയും ഉമ്മയും പറഞ്ഞു തന്ന വാക്കുകൾ തന്നെയാണ്. ശരിയാണോ തെറ്റാണോ? അങ്ങനെ ഓരോ മനുഷ്യന്മാരും നമ്മൾ ഓരോ തലത്തിൽ ഇങ്ങനെ ഓരോ സംഗതി പറഞ്ഞു വന്നപ്പോ നമ്മുടെ തലച്ചോറ് അതിനനുസരിച്ച് വളർന്നു വന്നു. ശരിയാണോ? കോഴിയെ പോലെ പശുവിനെ പോലെ ജനിച്ച സ്ഥലത്ത് തന്നെയാണോ നമ്മളെ തലച്ചോറ് നിൽക്കുന്നത്? അല്ല. ആര് എന്ത് പറഞ്ഞു തരുന്നുവോ അതിനനുസരിച്ച് നമ്മളെ തലച്ചോറിൽ ഡെവലപ്മെന്റ് ഉണ്ടായി. ശാസ്ത്രജ്ഞന്മാരുണ്ടായി, എഞ്ചിനീയർമാരുണ്ടായി, തെങ്ങുമക്കാരുന്നവരുണ്ടായി, കൊത്തുപണിക്കാരുണ്ടായി. അങ്ങനെ തലച്ചോറിന്റെ താളത്തിനനുസരിച്ച് നമ്മളെ താളം അല്ലെങ്കിൽ തലച്ചോറ് വളർന്ന് നമ്മളൊരു പൊസിഷനിലെത്തി. ശരിയാണോ തെറ്റാണോ? അപ്പൊ കുട്ടിയുടെ തലച്ചോറിനോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് കുട്ടിയുടെ മതം, അതാണ് കുട്ടിയുടെ രാഷ്ട്രീയം, അതാണ് കുട്ടിയുടെ സ്വഭാവം, അതാണ് കുട്ടിയുടെ ശീലം. ഇത് ആദ്യമായിട്ട് മനസ്സിലാക്കണം അറിയാം. രക്ഷാകർത്താക്കൾ മനസ്സിലാക്കണം. അതിനെ സന്തോഷ് ജോർജ് അങ്ങനെ പറഞ്ഞത്, കേരളത്തിലെ കുട്ടികൾക്ക് എന്താ ഒരിക്കലും മര്യാദയ്ക്ക് അടങ്ങിയിരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് മുതിർന്നവരെ അനുസരിക്കാത്തത്? എന്തുകൊണ്ടാണ് കുട്ടിക്ക് ഇങ്ങനെ ഇറിറ്റേഷൻ, ഒരു അസ്വസ്ഥത ഉണ്ടാവുന്നു വെച്ചപ്പോ സന്തോഷ് ജോർജ് കൂടെ 154 രാജ്യങ്ങൾ സന്ദർശിച്ച് അദ്ദേഹം പറഞ്ഞ മറുപടിയാ എനിക്ക് ഏറ്റവും ഉചിതമായ മറുപടിയായി തോന്നിയത്. അദ്ദേഹം പറഞ്ഞു, കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല എന്ന്. ഈ കുട്ടികളൊക്കെ തങ്കപ്പെട്ട കുട്ടികളാണ്. ഈ കുട്ടി നിങ്ങളെ ഉമ്മേനെ അനുസരിക്കുന്നില്ല എങ്കിൽ, മകനിനെ അനുസരിക്കുന്നില്ല എങ്കിൽ, ഒരു പറയുന്നതൊന്നും തിരിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ പരാജയമാണ്. അപ്പൊ എന്താ നമ്മളെന്താ പരാജയമായത്? അതിന്റെ ഇതൊന്നും കൊടുക്കുന്നില്ലേ? നമുക്ക് കിട്ടാത്ത കൊടുക്കുന്നില്ല, അതിന്റെ കൊടുക്കുന്നില്ലേ? അയാൾ പറഞ്ഞെന്നറിയോ? 3-ാമത്തെ വയസ്സിൽ മുതൽ അംഗനവാടി പോകുന്നുണ്ട്. ഇല്ലടാ, അംഗനവാടി പോകുന്നില്ല 3-ാമത്തെ വയസ്സ് മുതൽ ഇല്ലേ? 4-ാമത്തെ വയസ്സിൽ LKG, 5-ാമത്തെ വയസ്സിൽ UKG, ഒപ്പം 5-ാമത്തെ വയസ്സിൽ മദ്രസ പഠനവും തുടങ്ങുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെ പഠിച്ച് 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ ഈ കുട്ടിക്ക് 15 വയസ്സാവും. 15 വയസ്സാകുമ്പോൾ കുട്ടി 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് എല്ലാ വിഷയത്തിലും A+ കിട്ടും. ഈ കുട്ടിക്ക് 99.9 സംതിങ് വിജയവിട. എഴുതിയെല്ലാം ജയിക്കുന്നതാണെങ്കിൽ അതിന് പരീക്ഷ എന്ന് പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? പക്ഷെ സിസ്റ്റം അങ്ങനെയാണ്. അതിന് നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. ആ കുട്ടികൾ അങ്ങനെയാണ് പഠിക്കുന്നത്. ആ 10-ാം ക്ലാസ്സിൽ A+ കിട്ടി പുറത്തേക്ക് വരുന്ന കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് കണ്ട് കോരിത്തെരിച്ച് സ്റ്റാറ്റസ് ഇടുന്ന രക്ഷാകർത്താവ്, അവാർഡ് കൊടുക്കുന്ന മഹല് കമ്മിറ്റി, അങ്ങനെ ഗംഭീരമായിട്ട് 10-ാം ക്ലാസ്സുകാരനെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഈ നാട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഈ 15, 10, 3, 13 കൊല്ലം സ്കൂളിൽ പഠിച്ച കുട്ടിക്ക് കള്ളു കുടിച്ചാൽ കരള് കത്തിപ്പോകുമെന്നുള്ള ബാലപാഠം പഠിപ്പിച്ചു കൊടുക്കുവാൻ ഈ സമ്പ്രദായത്തിൽ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കുട്ടി 13 കൊല്ലം സ്കൂളിൽ നിന്ന് എന്താ പഠിച്ചതെന്നാണ് ചോദിച്ചത്. ഈ നാട്ടിലൂടെ ഒരു സൈക്കിൾ ഓടിക്കുന്നത് എങ്ങനെയെന്ന് ഈ 15 വയസ്സുകാരന് അറിയില്ല എങ്കിൽ പിന്നെ എന്തിനോ 13 കൊല്ലം സ്കൂളിൽ പോയത്? സിഗരറ്റ് വലിച്ചാൽ ശ്വാസകോശത്തിന് ക്യാൻസർ വരുമെന്ന്, ലേസ് നിന്നാൽ കുടല് നശിച്ചു പോകുമെന്ന്, ലിപ്സ്റ്റിക് ഇട്ടാൽ വൃക്ക നശിച്ചു പോയി ഡയാലിസിസ് നടത്തേണ്ടി വരുമെന്ന്, ജങ്ക് ഫുഡ് കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന്, മൊബൈൽ ഫോണിൽ അമിതമായി നിയന്ത്രണമില്ലാതെ കളിച്ചാൽ ഭ്രാന്ത് വരുമെന്ന്, നശിച്ചു പോകുമെന്ന്, ഇയർഫോൺ ചെവിട്ടിലിട്ട് ഗുംഷി പാട്ട് കേട്ടാൽ 12 കൊല്ലം കൊണ്ട് ചെവിട് നശിച്ചു പോകുമെന്ന്, കണ്ണിന് കാഴ്ചശക്തി മങ്ങുമെന്ന് ഈ 15 വയസ്സുകാരന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ എന്താ കുട്ടി പഠിച്ചത്? നിങ്ങൾ എന്താ കുട്ടീനെ പഠിപ്പിച്ചു? ഞാനിപ്പോ ആലോചിച്ച് നോക്കുക, ഞാൻ 10-ാം ക്ലാസ് സമുദ്രജല പ്രവാഹം പഠിച്ചേ. അത് എന്തിനാ പഠിച്ചെന്ന് എനിക്ക് പോന്നില്ല. ലയിലൂടെയല്ലോ പ്രവാഹം ഇങ്ങനെ പോകുന്നു. ആ രാജമ്മ ടീച്ചർ നമ്മളെ കീറി മുറിക്കുന്നു. അതിലൂടെ തന്നെയാണോ പ്രവാഹം പോകുന്നത്? എനിക്ക് ഒന്നും തിരിഞ്ഞില്ല. ഇങ്ങനൊക്കെ തിരിഞ്ഞില്ല. പിന്നെ കൊസിക്ക് ടാന് തീറ്റ, ഒരു കൊസിക്ക് മൈനസ് ടാൻ തീറ്റ, എനിക്കൊരു തീറ്റയും തിരിഞ്ഞില്ല. എനക്ക് ഒരൊറ്റ തീറ്റ തിരിഞ്ഞിട്ടുള്ളൂ. അതിപ്പോ ഞാൻ തിന്നുന്നു. ഇങ്ങനെ തീറ്റ തന്നെ. ശരിയല്ലേ? പക്ഷെ അതൊക്കെ നമ്മളെ തലച്ചോറിന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതാണ് നമ്മളെ വിദ്യാഭ്യാസത്തിന് കുറെ ക്വാളിറ്റി ഉണ്ട്. എന്ത് പഠിക്കണം എന്ന് കൃത്യമായിട്ട് നമുക്കൊരു ബോധമുണ്ടായിരുന്നു. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, നേരി വെളുത്തൊരു കുഞ്ഞാട്. അപ്പൊ പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും മക്കൾക്കെല്ലാം 1-ാം ക്ലാസ് പഠിച്ച ആ പാട്ടറിയാം. ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചത് എന്ത് കുഞ്ഞാട്? ആ ബുക്കെടുത്ത് തുറന്നു നോക്കിയപ്പോൾ തന്നെ എനിക്ക് ചെയ്യുന്നു. എന്റെ 4-ാമത്തെ സെക്കൻഡ് ബുക്ക് ഞാൻ തുറന്നു നോക്കി ചെയ്യുന്നു. എന്റെ ഭാര്യ ഒന്നും പഠിക്കുന്നില്ല, നിങ്ങളെ ശ്രദ്ധക്കുറവാണ് പ്രശ്നം. അങ്ങനെ ശ്രദ്ധിക്കാൻ ചെയ്തിട്ട് ബുക്ക് തുറക്കുന്ന പറഞ്ഞപ്പോ സോഷ്യലിന്റെ ബുക്ക് നമ്മൾ ബുക്ക് തുറക്കൂ. നോക്കുമ്പോ അതിലെ വടം എന്ന് പറയും ആവാസ വ്യവസ്ഥ. നമ്മൾ പറയൂ ആവാസ വ്യവസ്ഥ. ഓൻ പറഞ്ഞെന്ന് പറയാം, അതിന്റെ അടിയിൽ എഴുതി വായിച്ചോ കച്ച. നോക്കുമ്പോ ആവാസ വ്യവസ്ഥയെ കുറിച്ച് ചുറ്റും നോക്കി പഠിക്കൂ. ഓൻ കുറെ ചുറ്റും നോക്കിയല്ലോ, ഒന്നും പഠിക്കാനായില്ല പോലും.
എന്റെ ജീവിതത്തിൽ നിന്ന് ചോദ്യം വന്നാലും ആ ചോദ്യം മാറ്റിത്തരും. അങ്ങനത്തെ ഒരു ആവാസമില്ല. പിന്നെ എങ്ങനെയാണ് എന്റെ മുഖം മുന്നോട്ടേക്ക് പോവുക? ശരിയാണോ തെറ്റാണോ നോക്കുന്നു. ഇപ്പൊ കുറെ മാറ്റമൊക്കെ വരും. ഞാനത് ഒരു സിസ്റ്റത്തെയും കുറ്റം പറയുന്നില്ല. എന്റെ മകന് പഠിക്കാൻ നമ്മൾ നേരിക്കൊണ്ട് കുഞ്ഞാട് നിങ്ങൾ ഞാനും പഠിച്ച പോലെ അങ്ങനെ കുറെ രസകരമായ സാധനം അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണ്ട. അത് നമ്മൾ അന്നേരത്തെ പറയുന്നല്ലേ എതിരല്ല. ഞാൻ ഇതിനൊന്നും എതിരല്ല. മക്കൾക്ക് ടാർഗറ്റ് ഇല്ല പഠിക്കാൻ. അങ്ങനെ എന്റെ മോനിങ്ങനെ ഒരു ടാർഗറ്റും ഇല്ലാണ്ട് പഠിക്കും. മോൻ എങ്ങനെയാ നന്നാവോ? ഓൻ എന്താ പഠിക്കേണ്ടത്? അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ മക്കൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ നാട്ടിലുള്ള ഭീകരതയെക്കുറിച്ച്, നാശത്തെക്കുറിച്ച് എന്റെ മോൻ അറിയണ്ടേ. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി അങ്ങ് പഠിപ്പിച്ചുകൊണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിന്റെ പിതാവ് പറഞ്ഞതെന്നറിയോ? നിങ്ങൾ മക്കളെ കുറിച്ചിട്ട് ബേജാറാവണം. അങ്ങനെ പറഞ്ഞത്, ബേജാറാവണം. കാരണം എന്താ അറിയോ? ഈ കുട്ടിയുടെ തലച്ചോറ് 4 വയസ്സിൽ പരിപൂർണമായി വളരുന്നുണ്ട് പോലും. എത്ര വയസ്സിൽ? 4 വയസ്സിൽ ചങ്ങായികളെ നിങ്ങളെ തലച്ചോറെല്ലാം വളർന്നു കഴിഞ്ഞു. ആ തലച്ചോറിനോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, എന്താണോ ശീലിപ്പിക്കുന്നത്, അതാണ് കുട്ടിയുടെ സ്വഭാവം, അതാണ് കുട്ടിയുടെ സംസ്കാരം, അതാണ് കുട്ടിയുടെ മതം, അതാണ് കുട്ടിയുടെ രാഷ്ട്രീയം. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളെ കുട്ടി എന്താ നിങ്ങളെ കൂടെ വരാത്തതെന്ന്? 4 വയസ്സ് മുതൽ നിങ്ങളെ കുട്ടീനെ കൂട്ടി നടന്നിട്ടില്ല. ശരിയാണോ തെറ്റാണോ? 1-2 വയസ്സിൽ പൂച്ചക്കുട്ടീനെ പോലെ തന്നെ നമ്മളും പൂച്ചുന്നു. പൂച്ചക്കുട്ടീനെ കണ്ടില്ല? നിങ്ങൾ ആ ചെറിയ പൂച്ചക്കുട്ടീനെ എന്ത് രസമാണെന്ന് പറയാം. ഇപ്പൊ നമ്മൾ എടുക്കുന്നു, മടിയിൽ വെക്കുന്നു, പൂച്ചക്ക് പാല് കൊടുക്കുന്നു. ഒരു വലിയ പോയത്താൻ പൂച്ച വന്നിട്ട് നിങ്ങളുടെ അടുത്ത് മടിക്കാരി കൊച്ചിട്ട് പാല് എന്ന് പറഞ്ഞിട്ട് ചവിട്ടി കൊടുക്കില്ലേ? അതേപോലെ ഞാൻ നോക്കുമ്പോൾ എന്റെ ഭാര്യയാണ് മക്കളെ പോയിട്ട് 2 വയസ്സ് വരെ കുക്കുട് കുടുകുടു തക്കുട് കുടുകുടു നിർത്തിട്ട് കുലിക്കുക, പാട്ട് പാടുക, ചോല് വെച്ച് നടക്കുക. ആ LKG കൊണ്ടുപോയതിന് ശേഷം അതിനൊരു സമാധാനമോട് കൊടുത്തിരിക്കില്ല. പഠിക്ക്, ഇതൊന്ന് ഒളിക്ക്. അതുവരെ മടിയിലിരുത്തി എന്ത് കുരുത്തങ്ങൾ കളിച്ചാലും പോട്ടെ മോനെ എന്ന് പറഞ്ഞ അമ്മ പഠിക്കാൻ അങ്ങ് തുടങ്ങിയപ്പോൾ അതിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. പിന്നെ എങ്ങനെ കുട്ടി വീട്ടിലേക്ക് വരിക? സ്വാഭാവികമായിട്ടും 4 വയസ്സ് മുതൽ നിങ്ങളുടെ കുട്ടിയുടെ താളം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ കുട്ടി 6 മണിക്ക് എഴുന്നേൽക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് ഇപ്പൊ മനസ്സിലായോ? എന്തുകൊണ്ട് എഴുന്നേൽക്കുന്നില്ല? കുട്ടിയെ 4 വയസ്സ് മുതൽ നിങ്ങൾ രാവിലെ എഴുന്നേൽപ്പിക്കാൻ ശീലിപ്പിച്ചില്ല. 10 മണിക്ക് എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ 10 മണിക്ക് ഉറങ്ങുവാൻ 5 വയസ്സ് മുതൽ ശീലിപ്പിച്ചില്ല, 4 വയസ്സ് മുതൽ ശീലിപ്പിച്ചില്ല. എന്തുകൊണ്ട് മഹലിന്റെ പരിപാടിയിൽ 16 വയസ്സുകാരൻ വന്നില്ല എന്ന് ചോദിച്ചാൽ 4 വയസ്സ് മുതൽ ആ കുട്ടിയെ കൈപിടിച്ച് ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതാണ് ഈ നാടിന്റെ ശാപമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നിങ്ങളെ മക്കളെ എന്ത് ചെയ്യണമെന്നറിയോ? 4 വയസ്സ് മുതൽ കൈപിടിച്ച് നടത്തണം. മക്കളുടെ ഹീറോ ബാപ്പയായിരിക്കണം. നിങ്ങൾ പണ്ട് അനുഭവിച്ചൊന്നും കഥയൊന്നും ഒരു കേൾക്കണ്ട. അത് കേൾക്കുമ്പോൾ നിങ്ങളെ ചട്ടിക്കൊണ്ടുപോയി. എൻ്റെ എല്ലാം കാലത്ത് 5-6 കിലോമീറ്റർ നടന്നിട്ട് തിന്നാനൊന്നും ഇല്ലാഞ്ഞിട്ട് ഒരു ട്രൗസർ ഇട്ടിട്ട് ഇത് കേൾക്കുമ്പോയില്ലേ, ഇതിന് കൊല്ലാത്ത തന്നെ ഭാഗ്യങ്ങളാണ്. കാരണം കുട്ടിക്ക് ഉപദേശം ലെവലെ ശിക്ഷല്ല. ഈ നാടിന്റെ ആപത്തിനെ കുറിച്ച് ഇവർ സംസാരിക്കണം. കാലഘട്ടത്തിന്റെ ആവശ്യകത അതാ. കല്യാണി എന്ന് പറയുന്ന ഒരു കുട്ടീനെ കുറിച്ച്, എറണാകുളത്തുള്ള കുട്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ? കല്യാണി ആരാ? 2.5 വയസ്സ് മുതൽ അച്ഛന്റെ അനിയന്റെ പീഡനം ഏറ്റുവാങ്ങിയ പൊന്നു മകളുടെ പേരാ കല്യാണി. 2.5 വയസ്സുള്ള കുട്ടിക്ക് സ്വന്തം വീട്ടിൽ സുരക്ഷിതത്വമില്ല എങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ നാടിനെ പറയാ, കുറ്റം പറയാ? 5 വയസ്സുള്ള കുട്ടിയെ ആ ബംഗാളി ആ മീഞ്ചാപ്പയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആലുവയിൽ നിന്ന് ബലാത്സംഗം ചെയ്ത് കൊന്നത് നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ? അവിടെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. 16 വയസ്സുകാരി ബ്ലാക്ക് ബെൽറ്റുകാരിയായ കുട്ടിയെ തിരൂരിൽ ആ കാട്ടിന്റെ കുത്തിയിലിട്ട് പീഡിപ്പിച്ച് പുഴയിൽ മുക്കിക്കൊന്ന കരാട്ട അധ്യാപകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേരളത്തിൽ ഏറ്റവും അഭിമാനപൂർവ്വം സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് ഏറ്റവും മികച്ച ജോലി കിട്ടിയ, കേരളത്തിന്റെ സ്ത്രീകൾക്ക് പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ഏറ്റവും അഭിമാനകരമായി ജീവിതം നയിച്ച ലേഖ എന്ന് പറയുന്ന പെൺകുട്ടി ജയന്തി ജനത എന്ന് പറയുന്ന ട്രെയിനിന് മുമ്പിൽ തലവെച്ച് വെച്ചത് നിങ്ങളൊന്നും കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികൾ ഇങ്ങനെ മരിക്കുന്നത്? അവിടെയാണ്. പക്ഷെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. മറന്നുകൊണ്ടാണ്. അതിന് ജാതിയില്ല, മതമില്ല. ആത്മഹത്യക്ക് ജാതി ഉണ്ടാവില്ല, മതം ഉണ്ടാവില്ല. അതിന് പിന്നിൽ ലഹരിയുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾ ഈ കൊയിലാണ്ടി ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പല ആളും പറയുന്ന വർത്താനുണ്ട്, ഇന്നലെ ഓൻ ചിരിച്ചതല്ലേ, നമ്മൾ ഒന്നിച്ചിട്ടല്ലേ ഭക്ഷണം കഴിച്ചത്, ഓൻ അങ്ങനെ വഹിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നിങ്ങളെ വായിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഭീകരതയുണ്ട്. ആ ഭീകരത ലഹരിയാവാം. അതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളെ മക്കളെ 18 വയസ്സ് വരെ
പൊന്നുപോലെ നിയന്ത്രിക്കാൻ. നിങ്ങൾ പൊന്നല്ലോ, പൊന്നുപോലെ നിങ്ങളെ വാക്ക് പ്രസക്തിയാ. ഒരു തരിപ്പൊന്ന് നിങ്ങൾ ആദ്യം കൂടി ഇടുവോ? നിങ്ങൾ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ 6:30 മണിയാകുമ്പോൾ കൂട്ടുകയറ്റുമല്ലോ, ഇല്ലെങ്കിൽ കുറുക്കം പിടിക്കുന്നതിന് പേടിയുണ്ടല്ലോ. നിങ്ങൾ ഏത് മനുഷ്യക്കുട്ടിയാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടിയെ 6:30 വയസ്സ് മുതൽ വീട്ടിന്റെ ഉള്ളിലേക്ക് കൂട്ടിയിട്ടത്? ഈ കൊല്ലം ടൗണിൽ, കൊല്ലാണ്ടി ടൗണിൽ 10:30 മണിക്കും 12 മണിക്കും ചായ കുടിക്കാൻ പറ്റില്ല 10ാം ക്ലാസ്സുകാരെല്ലാം കാണുന്നത് ഞാൻ കാണിച്ചു തരാമല്ലോ. ആ EMS ഗ്രൗണ്ടിന്റെ ചുറ്റുമുള്ള മക്കൾ എന്താ കാട്ടിക്കൂട്ടുന്നത് നിങ്ങളൊന്ന് പോയി ചെന്ന് നോക്കുങ്ങൾ. കോഴിക്കോട് സരോവരം പാർക്കിന്റെ പരിസരത്തൂടി ഒന്ന് നടന്നു നോക്കുങ്ങൾ. ഈ കേരളത്തിന്റെ ഭീകരത എന്ന് പറയുന്ന സാധനം കാണണമെങ്കിൽ നിങ്ങൾ കണ്ണു തുറന്ന് ഈ നാട്ടിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താ പറയാ, എന്റെ കുട്ടി ആ കാട്ടുംകുറ്റിയിലില്ല, എന്റെ കുട്ടി അങ്ങനെ പോകൂല എന്നൊക്കെ പറയുന്നുണ്ട്. ഈരോടി പോകില്ല, നിങ്ങളുടെ കുട്ടി കൊല്ലം കടപ്പുറത്തൂടിയാ പോവുക. അങ്ങനെ അവിടെയാണ് നമ്മളെ വിഷയം. ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടി ഒരു സംസ്കാരം വളർത്തിയിടും. അതിന് നിങ്ങളിപ്പോ എന്നോട് അങ്ങനെ നടക്കൂല, നിങ്ങൾ അങ്ങനെയാണോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് വളരെ കൃത്യമായിട്ട് മറുപടി ഉണ്ട് എനിക്ക്. ചൊട്ടയിലെ ശീലം അത് ശരി, നിങ്ങൾക്ക് എല്ലാം അറിയുകയും ചെയ്യാം. എന്നിട്ടാണ് ഈ വർത്താനം നമ്മൾ പറയേണ്ടി വരുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ചൊട്ടയില്ലാതെ തുടങ്ങിയാൽ പോരെ? അപ്പൊ ലഹരിക്കെതിരെ പോരാട്ടം ഏത് വയസ്സിൽ തുടങ്ങണം പറ? ഈ ലഹരിയുടെ ഭീകരത ഏത് തലച്ചോറിലേക്ക് കുത്തിവെച്ചു കൊടുക്കണം? 4 വയസ്സ് മുതൽ തുടങ്ങണം. എത്ര വയസ്സ് വരെ? 18 വയസ്സ് വരെ. ആ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുൻനിര പോരാളികളായി പോരാടിയാൽ തീരുന്ന പ്രശ്നം ഇപ്പോൾ ഈ നാട്ടിലുള്ളൂ. അവിടെ ഈ 18 വയസ്സ് തന്നെ വേറെ പ്രത്യേകത ഉണ്ട്. ഓലിക്കില്ലേ ഭയങ്കര ബുദ്ധിയാണ് നിങ്ങൾക്ക് തോന്നും, പക്ഷെ വേണ്ടാത്ത ബുദ്ധിയായിട്ടുണ്ടാവുക. വേണ്ടാത്തതേ കുട്ടികൾ ചെയ്യൂ. ശരിയാണോ തെറ്റാണോ? ബുദ്ധിയായിട്ടുണ്ട്, പക്ഷെ അത് നല്ലോണം കൊണ്ടുപോയാൽ, ഒരു പാരന്റ് കൃത്യമായി കൊണ്ടുപോയാൽ അവരെ പിടിച്ചാൽ കിട്ടില്ല. രണ്ടാമത്തെ, ഈ കുട്ടികൾക്ക് ഉപദേശ ലെവലേ സെറ്റല്ല. നിങ്ങൾ അതാ പറഞ്ഞ നിങ്ങൾ പിന്നെ ഉണക്ക ട്രൗസറിന്റെ കണക്കായിട്ടുള്ളൂ പറയണ്ട. ആ കുട്ടികളോട് ഇപ്പോഴത്തെ കഥയാ പറയേണ്ടത്. മൂന്നാമത്തത്, ഈ കുട്ടികൾക്ക് ഒടുക്കത്തെ ധൈര്യമാണ്. ഈറ്റകൾ എന്തും ചെയ്യും. ശരിയാണോ തെറ്റാണോ? വേണമെങ്കിൽ നിങ്ങൾ കൊല്ലം ടൗണിൽ ഇങ്ങനെ നിന്നിട്ട് ഈ ബൈക്ക് എന്ന് പറയുന്ന ബൈക്ക് ആരാ ഓടിക്കുന്നത് നോക്കിയാണ്. ഒരു 50 വയസ്സുകാരനെ ഓടിക്കണം എങ്ങനെയാ ബൈക്ക്? ശരിയാണോ തെറ്റാണോ? ഈ 18 ഏറ്റവും കൂടുതൽ മരിക്കുന്നത് 22 വയസ്സിന് താഴെയുള്ള. കാരണം അന്തം വിട്ട ബുദ്ധി, ഒടുക്കത്തെ ധൈര്യം, വേണ്ടാത്ത ചിന്ത, ഒരു അച്ഛനുമില്ല, ഉപ്പിയുമില്ല, ഉമ്മയുമില്ല, ആരുമില്ല. അതാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കുട്ടികൾ വിചാരിക്കുന്നത് എന്താ അറിയോ? ഞാൻ മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും പൊട്ടന്മാർ. വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു 18-16 വയസ്സുള്ളവർ പറഞ്ഞു നീ എന്ന് പറഞ്ഞത്, ആ കുട്ടി പറയുന്നതാണ്. നിങ്ങൾക്ക് എന്താ അറിയാ? ഇങ്ങനെ നമ്മൾ അങ്ങ് ആക്ഷേപിച്ചാൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആക്ഷേപിക്കും. കാരണം 18 വയസ്സ് വരെയുള്ള കുട്ടിയുടെ തലച്ചോറ് അങ്ങനെയാണ്. ഇപ്പൊ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും ധൈര്യത്തോടു കൂടി മുന്നിൽ നിൽക്കുവാൻ ശക്തിയുള്ളവർ ആരായിരിക്കും പറ? 18 വയസ്സിന് താഴെയുള്ളവരായിരിക്കും. അപ്പൊ ഈ മഹല് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുൻനിര പോരാളികളായി മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ആരെയാണ്? ഈ 18 വയസ്സിന് താഴെയുള്ള മനുഷ്യ ജന്മങ്ങളെയാണ്. അവിടുത്തെ ഏറ്റവും നശിച്ചു പോകുന്ന ജന്മങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഈ പോരാട്ടം വിജയിക്കാത്തതിന്റെ കാരണം മനസ്സിലായോ? ഒരു കാര്യത്തിൽ കൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. നിങ്ങൾ സിനിമാ തിയേറ്ററിലൊക്കെ പോകുന്ന ആളുകളാണോ? അതുപോലെ സിനിമാ തിയേറ്ററിൽ ഒരു പരസ്യമുണ്ടല്ലോ, ശ്വാസകോശം പറഞ്ഞോളി എന്താ സ്പോഞ്ച് പോലെയേ പോലും ആണ് പറഞ്ഞത്. മദ്യപാനം ആരോഗ്യത്തിന് ശരി, പുകവലി സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഡേഞ്ചർ കോസസ് ടു. ശരി, ഇത് എന്ത് ബോധവൽക്കരണം അവിടെ? നല്ല ബോധമൊക്കെ ഉണ്ടല്ലോ. ഈ പറഞ്ഞ 4 സാധനങ്ങൾക്ക് അറിയാലോ. ചൊട്ടയിലെ ശീലം ചുടല വരെ നിങ്ങൾക്ക് അറിയാം. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരാന്നറിയാം. പുകവലിച്ചാൽ ശ്വാസകോശത്തിന് ക്യാൻസർ വരും, അപകടമാണെന്നറിയാം അല്ലേ? ഇത്ര വീഞ്ഞാൽ ഇത്ര കരിക്കട്ട വരുന്നു പരസ്യം കണ്ടിട്ടുണ്ട്. ശരിയാണോ? അപ്പൊ ഇവിടെ ക്യാമ്പയിൻ എന്തുകൊണ്ടാണ് വിജയിക്കാത്തത്? ഇതൊക്കെ നമ്മളിവിടെ നടത്തുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാ ഈ കുട്ടികൾക്ക് കള്ളിനെ പേടിയില്ലാത്തത്? അതിന്റെ കൂടെ ഈ WHO എന്ന് പറയുന്ന സംഘടന പറയുന്നു, ഇന്ത്യയിൽ 2025-26 കാലഘട്ടത്തിൽ 24 ലക്ഷം ആളുകൾക്ക് ക്യാൻസർ വരുമ്പോൾ. ക്യാൻസർ വരാൻ കാരണം എന്താ? വേണ്ടാത്ത ലഹരിയുടെ ജങ്ക് ഫുഡിന്റെ ഉപയോഗം മൂലമാണ് കേരളത്തിൽ. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള എന്താ, എന്റെ പ്രാർത്ഥന എന്താ അറിയോ? 2025-26 കാലഘട്ടത്തിൽ 24 ലക്ഷം ആളുകൾക്ക് ക്യാൻസർ വരുന്നെങ്കിൽ ആ 24 ലക്ഷത്തിൽ ഞാനും ഭാര്യയും മക്കളും ഉണ്ടാവരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമുണ്ടാ?
ആ ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധത്തിൽ നിങ്ങളും ഞാനും ജാഗ്രതയോടുകൂടി ജീവിക്കണം. എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ഓർമ്മിച്ചോ, നിങ്ങളെ ശരീരത്തിലെല്ലാം ക്യാൻസർ കോശങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അറിയോ? അറിയില്ല? എല്ലാവരുടെ ശരീരത്തിലുണ്ട്. വെടിമരുന്ന് പോലെ. ഇതുപോലെ വെടിമരുന്നിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ വീടിന്റെ അകത്ത് സൂക്ഷിക്കാലോ, വെടിമരുന്ന് സൂക്ഷിച്ചാൽ ഒന്നും പ്രശ്നം വരില്ല. പക്ഷെ പ്രശ്നം വരും എപ്പോ എന്ന് പറ. വെടിമരുന്ന് എപ്പോഴാണ് ആപത്ത് ഉണ്ടാക്കുന്നത്? ചെറിയൊരു തീപ്പൊരി അങ്ങോട്ടേക്ക് വീഴണം, അല്ലേ? പിന്നെ ആ നാടും വീടും ഉണ്ടാവില്ല. അതേപോലെ നിങ്ങളുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങള് ആപത്തുണ്ടാക്കുവാൻ ഒരു തീപ്പൊരി മതി. ആ തീപ്പൊരിയാണ് ലഹരി വസ്തുക്കൾ. അതായത് കള്ളും കഞ്ചാവും ബബിൾഗം ഉൾപ്പെടെ, ലേസ് ഉൾപ്പെടെ, പിന്നെ പൊരിച്ച കോഴി, നല്ല രസം പേരുണ്ട്, നരകത്തിലെ കോഴി, പിന്നെ ഇങ്ങനെ ഉള്ള കോഴി, എല്ലാവരും നല്ല കുഴിമന്തി നല്ലോണം തിന്നണം. പേര് തന്നെ കുഴിയിലേക്ക് മന്ദം നടന്നു. എനിക്ക് ഒരു ദിവസം നിന്നോണ്ടെന്നല്ല ഈ പറയുന്നത്. മനസ്സിലായില്ലേ? ആ ചിക്കനിലെല്ലാം പുറത്തൊരു കരിക്കട്ടൻ്റെ ഒരു ലെയർ ഉണ്ട്. ആ കാർബൈഡാണ്. ആ കാർബൈഡ് ശരീരത്തിൽ എത്തിയാൽ എങ്ങനെ അതിൻ്റെ ഒരു കൊക്കക്കോളയും കൂടി കുടിക്കണം കേട്ടാ. എന്നാൽ മാത്രമാണ് സംഗതി നമുക്ക് പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ ഒരു ബോധം ഏത് വയസ്സിൽ ഉണ്ടാക്കണം? ഇത് തിന്നു തുടങ്ങിയിട്ട് നിർത്താൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഈ 4 വയസ്സുള്ള കുട്ടിയോട് ഭക്ഷണത്തിന്റെ സംസ്കാരം കൂടി, എല്ലാ സംസ്കാരം, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഇതിനെ എതിർക്കുന്നത്, നിങ്ങൾക്ക് എന്നോട് ഇപ്പൊ എതിർപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ഉദാഹരണം കൊണ്ട് തെളിയിക്കാൻ തന്നതാ. നിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ എന്റെ ഇഷ്ടമാകുന്നത് കാരണം എല്ലാവരും 5 പ്രാവശ്യം നിസ്കരിക്കുന്നുണ്ടല്ലോ, അല്ലെ? എല്ലാവരും നിസ്കരിക്കുന്നില്ലേ? 1 മാസം കൃത്യമായി നോയമ്പെടുക്കുന്നുണ്ടല്ലോ, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അതെങ്ങനെയാ സാധിക്കുന്നത്? എങ്ങനെ ഞങ്ങൾ ഒറ്റക്കെട്ട? അതിന് പണക്കാരനൊന്നും പാവപ്പെട്ടവനൊന്നും രാഷ്ട്രീയത്തിന്റെ വ്യത്യാസമില്ലല്ലോ. എല്ലാവരും മതബോധം ഒരേപോലെയാണല്ലോ. എന്തുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ അഹങ്കാരം ഉണ്ടാവാൻ കാരണം? ഈ അഹങ്കാരത്തിന് കാരണം 5 വയസ്സ് മുതൽ മദ്രസയിൽ നിന്ന് കിട്ടുന്ന കൃത്യമായ മതപഠനമാണ്. ശരിയാണോ തെറ്റാണോ? ആ മതപഠനമാണ് നിങ്ങൾ ഒരേപോലെ ജീവിപ്പിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഈ 4 വയസ്സിൽ കൃത്യമായി മതപഠനം കിട്ടുന്ന കുട്ടി ലഹരിയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നു? സംശയമില്ല നിങ്ങൾക്ക്? അവിടെയാണ് ഞാൻ ഒരൊറ്റ ഉദാഹരണത്തിലൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ ശ്രമിക്കാം. ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് സിഗരറ്റ് കഞ്ചാവൊക്കെ ഭീകരണമെന്ന് അറിയാമല്ലോ. എന്നാലും പ്രശ്നമൊന്നുമില്ല. 12 വയസ്സുകാരെ സിഗരറ്റ് വലിക്കുന്നുണ്ട്, ബബിൾക്ക് തിന്നുന്നുണ്ട്, പേടിയൊന്നുമില്ലല്ലോ. എന്നാലൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഇവിടെ കുറച്ച് തീ കൂട്ടിയിടാം. തീ അതിലൂടെ തീ ഇനി ഓടി വന്നിട്ട് തീയിൽ മലന്ന് കിടക്കണം. വേഗം വരും. നീ വരുമോ? എന്തുകൊണ്ടാണ് വരാത്തത്? ഞാൻ പറഞ്ഞോ, പൊള്ളും, ചത്തുപോകും, അല്ലേ? വെരി ഗുഡ്. എടോ നീല കുപ്പായ, എനിക്ക് ഞാനൊരു ലേശ എലിവേഷൻ അങ്ങ് തരാം. ഞാൻ തരും, വെറുതെ തരും. നീ തിന്നണം. നീ തിന്നോ? എന്തുകൊണ്ട്? മരിച്ചടാ, ഇവരൊക്കെ ഭയങ്കര ബ്രില്യൻ കുട്ടികളാട്ടോ. ഒരു തീയിൽ മലന്ന് കിടക്കൂലെ, ചത്തു പോലും. ഞാൻ വെറുതെ എലിവേഷൻ കൊടുത്തിട്ട് പോലും തിന്നുന്നില്ല. ചത്തു വേടോ ചങ്ങായി, മോനെ, എനിക്ക് ഞാനൊരു കമ്പി കഷ്ണം തരാം. ആ പ്ലഗ് കൊണ്ടുപോയി കുത്തിയാട്ടെങ്കിൽ ചെരുപ്പിടണ്ട കേട്ടോ. കുത്തുവോ? എന്തുകൊണ്ട് കുത്തൂല? ഭീകരന്മാരാട്ടവര്. നമ്മൾ എന്തിനാ ബോധവൽക്കരണം നടത്തേണ്ട കാര്യം എന്താ? നിങ്ങൾ ഏതൊക്കെ സിനിമാ തിയേറ്ററിൽ പരസ്യം കേട്ടിട്ടുണ്ടോ? തീയിൽ മലന്ന് കിടക്കരുത്, ചത്തുപോകും എന്ന് ഏത് സിനിമാ തിയേറ്ററിലാണ്, ഏത് ബോർഡിലാണ് പരസ്യമുള്ളത്? എലിവേഷൻ തിന്നരുതെന്ന് എവിടെയാണ് എഴുതി വെച്ച പരസ്യം നടത്തിയിട്ടുള്ളത്? കമ്പിയുടെ പരസ്യത്തിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടോ പ്ലഗ് കുത്തരുത്, ഭണ്ഡാരക്കാല ചത്തുപോകുമെന്ന്? ഏത് കമ്പിയുടെ പരസ്യത്തിലാണ് എഴുതി വെച്ചത്? പക്ഷെ ഈ 11 വയസ്സുകാരനും ഈ ചങ്ങാതിയും ആ ചങ്ങാതിയും എല്ലാം തീയിലേക്ക് മലന്ന് കിടക്കാൻ തയ്യാറല്ല. ഒരു പേടിയുണ്ട്. കമ്പി കൊണ്ടുപോകും, തീരെ പ്ലഗിന്റെ അടുത്തേക്ക് പോകില്ല. അവന് കരണ്ടിനെ പേടിയുണ്ട്. എലിവേഷൻ തിന്നയില്ല പോലും. പക്ഷെ കള്ളവൻ വേണേ കുടിക്കും, സിഗരറ്റ് വേണേ ചെറുങ്ങനെ വലിക്കും, ലേസ് കൊടുത്താ ബുംബ്ലും തിന്നും. പെങ്ങള് ലിപ്സ്റ്റിക് ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ വണ്ടർഫുൾ എന്ന് പറയും. എന്തുകൊണ്ടാണ്? പക്ഷെ ഇതിനൊക്കെ എതിരെയുള്ള ബോധവൽക്കരണം നമ്മൾ നടത്തുന്നുണ്ടല്ലോ, അല്ലേ? പിന്നെന്താ കുട്ടിക്ക് സിഗരറ്റിനെയും കള്ളിനെയും കഞ്ചാവിനെയും പേടിയില്ലാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ ശാസ്ത്രം തന്നെ അതിന്റെ പിന്നിൽ. മതബോധം കൃത്യമായി 4 വയസ്സിൽ കൊടുത്തുകൊണ്ടോ? അത് മാത്രമല്ല, മതബോധം കൊടുത്തത് കൊണ്ട് മാത്രമല്ല, കാരണം ഓനെല്ലാം അനുകരിക്കുന്നവരാണ്. ഉമ്മ പറഞ്ഞു കൊടുത്തതാണ് ഓൻ ഇപ്പോഴും ശീലിക്കുന്നത്. അതേപോലെ 4 വയസ്സിൽ ഓന്റെ അച്ഛൻ അല്ലെങ്കിൽ ഓന്റെ ബാപ്പ, ഓന്റെ ഉമ്മ തീയിൽ മലന്ന് കിടക്കുന്നത് കണ്ടിട്ടില്ല.
തീന്റെ പരിസരത്ത് പോയപ്പോ ഉമ്മയും ഉപ്പയും പറഞ്ഞ് അങ്ങോട്ട് പോയാൽ പൊള്ളും. അമ്മയും ഉമ്മയും ഉപ്പയും ഒന്നും തീ കൊണ്ട് കളിച്ചില്ല. അത് കണ്ടു വളർന്നവന് തീരെ പേടിയുണ്ട്. പള്ളിയിൽ പോകണം, കൃത്യമായി നിസ്കരിക്കണമെന്നോ, ജയിലിക്ക് പോകുന്നതിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അത് മദ്രസയിൽ നിന്ന് കൂടി അങ്ങ് ആയപ്പോ ആ കുട്ടിക്ക് കൃത്യമായ മതബോധമുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ ഈ കറണ്ടിന്റെ കാര്യത്തിൽ അവന്റെ ബാപ്പ ഇതുവരെ കറണ്ടിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ മാന്തുന്നതൊന്നും കണ്ടിട്ടില്ല, ഉമ്മ മാന്തുന്നത് കണ്ടിട്ടില്ല, അവന്റെ ഉസ്താദ് മാന്തുന്നത് കണ്ടിട്ടില്ല, ഓൻ പോലീസുകാരൻ കറണ്ടിന്റെ വയറിങ്ങനെ വായിലിട്ടിട്ട് ഇങ്ങനെ തിരിക്കുന്നത് പോലും ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞു മനസ്സിൽ കറണ്ടിനെയും കള്ളിനെയും ഈ എലിവിഷത്തെയും എന്തിനേയും പേടിയുണ്ട്? തീനെയും പേടിയുണ്ട്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കണമെങ്കിൽ ഈ തീയെ ഭയക്കുന്നത് പോലെ കള്ളിനെയും കഞ്ചാവിനെയും വേണ്ടാത്ത ലഹരി വസ്തുവിനെയും പേടിപ്പിക്കുന്ന മനസ്സ് ആ തലച്ചോറിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കും എനിക്കും കഴിയണം. എല്ലാത്തിടത്തോളം കാലം ഈ ലഹരി വിരുദ്ധ പോരാട്ടം വിജയിക്കില്ല. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? തീയിലേക്ക് പോകുന്നത് പോലെ കള്ള് കാണുമ്പോൾ പറയണം വേണ്ട, പറ്റൂല എന്ന് പറയണം. ബാപ്പ കുടിക്കരുത്, ബാപ്പ വലിക്കരുത്, ചത്ത് ഭണ്ഡാരമടങ്ങും എന്ന് പറയാനുള്ള ആർജവം ഈ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 4 വയസ്സ് മുതൽ ഒരു സമ്പ്രദായമായി, ഒരു ശിഷ്ടമായി, ഒരു ശീലമായി ഇത് മാറ്റുന്നതോടൊപ്പം അച്ഛനും അമ്മയും മാതൃകയാക്കണം, ബാപ്പയും ഉമ്മയും മാതൃകയാവണം. ഞാൻ ഈ ലഹരി വിരുദ്ധ പോരാട്ട ക്ലാസ് എടുക്കാൻ കാരണം ഞാനിതൊക്കെ അനുഭവിച്ച ഒരാളെന്ന രീതിയിലാണ്. ഞാനിപ്പോ 6 മാസം മുമ്പാണ് എൻ്റെ അളിയൻ മരണപ്പെട്ടത്. ആ അളിയന്റെ മരണത്തോടുകൂടി എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ വലിയ പാഠമുണ്ട്. ഈ ക്ലാസ് എടുത്തത് കൊണ്ടൊന്നും ഈ മക്കൾക്ക് ഒരു പേടി ഉണ്ടാവില്ല. ഈ മക്കൾക്ക് പേടി ഉണ്ടാവണമെങ്കിൽ ഈ മക്കൾ ഇതിന്റെ ദുരിതങ്ങൾ നേരിട്ട് കാണണം. ആക്സിഡന്റിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. ഈ കുട്ടികൾ ആക്സിഡന്റ് വാർഡിൽ പോയിട്ട് വേദനിക്കുന്ന മനുഷ്യന്റെ പടച്ചൽ കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുട്ടിയുടെ തലച്ചോറിൽ അതൊരു സ്പാർക്കാവുള്ളൂ. ഉപ്പയും ഉമ്മയും ബാല്യങ്ങളെ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ബാല്യങ്ങൾ അല്ലെങ്കിൽ മക്കൾ ഉപേക്ഷിക്കപ്പെട്ട ഉമ്മേനെയും ഉപ്പേനെയും ഒക്കെ ഈ അനാഥ മന്ദിരത്തിൽ പോയിട്ട് ഈ കുട്ടികളെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ജീവിച്ചിരിക്കുന്ന ഒപ്പമുള്ള ഉപ്പേന്റെയും ഉമ്മേന്റെയും മഹത്വം ഈ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. ശരിയാണോ തെറ്റാണോ? കല്യാണ വീടുകളിൽ ഈ കുട്ടികൾ വിളമ്പണം. അങ്ങനെ വിളമ്പുമ്പോഴാണ് കുട്ടികൾക്ക് ഞാനൊരു സാമൂഹ്യ ജീവിയാണെന്നുള്ള ബോധം ഉണ്ടാവുള്ളൂ. അതില്ലാത്തടത്തോ പക്ഷെ നമ്മളെ ഇമേജ് ഉണ്ടല്ലോ, എന്റെ മോനെ എങ്ങനെയാ വിളമ്പുക, ഓൻ അങ്ങനെ വിളമ്പാൻ പാടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഈ ക്ലബുകളോടൊപ്പം കുട്ടികൾ കൃത്യമായി, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കൃത്യമായി കുട്ടികൾ ഇടപെടണം. സാംസ്കാരിക മണ്ഡലത്തിലുള്ള കുട്ടികളെ 4 വയസ്സുള്ള കുട്ടി പങ്കെടുക്കണം. അങ്ങനെ പങ്കെടുത്ത കുട്ടികളെല്ലാം വിജയിച്ച ചരിത്രം നമുക്കുള്ളത്. അതാ ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. ചങ്ങായികളെ, നിങ്ങളിപ്പോ എത്ര വയസ്സായി? 13 11 11 എനിക്കായത്. വെരി ഗുഡ്. ഇനിയിപ്പോ എന്തല്ല എന്റെ സ്വപ്നങ്ങൾ എന്താ? 4 വയസ്സ് മുതൽ സ്വപ്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമല്ലേ ആ സ്വപ്നത്തിലേക്ക് ഇനി വിജയിച്ചെത്തുള്ളൂ. എനിക്കെന്തെങ്കിലും സ്വപ്നം ഉണ്ടാവും? ഇതുവരെ സ്വപ്നമില്ല. എന്നാ പോട്ടെ, ഞാൻ 2-3 ചോദിക്കാം. എനിക്ക് ഗുഗേഷിനെ അറിയാം? ഗുഗേഷിനെ ഇല്ല. വെരി ഗുഡ്. എനിക്ക് സിറാജ് എന്നൊരു ബൗളറെ കുറിച്ച് അറിയാം, ഇന്ത്യയിലുള്ള. അതും അറിയില്ല. പോട്ടെ. മാർക്കോൻ അറിയോ? എനിക്ക് ഏതൊരു സിനിമയിൽ ഒരു മാർക്കോ ഒരു നല്ല ഗുഗേഷിനെ കേട്ടിട്ടില്ല. സൂര്യവംശായി, വൈഷ്ണവ സൂര്യവംശായിനെ കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടില്ല. പോട്ടെ. അംബാനെ കേട്ടിട്ടുണ്ട്? ഇനി എന്നാ കൂട്ടിച്ചൊട്ടായിക്കേണ്ട. അംബാനോ കേട്ടില്ല. അംബാൻ ആരാന്നറിയോ? ഓനോട് എന്തെങ്കിലും പറഞ്ഞാല് കള്ളു കുടിച്ച അച്ഛനെയും അമ്മയും നോക്കാണ്ട് തച്ചു കൊല്ലുന്ന പണ്ടാരക്കാരന്റെ പേരാ അമ്പാൻ. അത് കണ്ടു വളരുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഓനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഓൻ അമ്പാനെ പറയും. മാർക്കോനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? മാർക്കോരാന്നറിയോള് ഓനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചാല് ഓൻ തൊണ്ടേൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ടിട്ട് ഹൃദയം വലിച്ച് പൊട്ടിച്ചല്ല. അവന്റെ പേര് അമ്പാൻ. ഈ ശാസ്ത്രം പറഞ്ഞെന്താ അറിയോ? ഗർഭിണിയായ ഒരു സ്ത്രീ 2 പ്രാവശ്യം മാർക്കോ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ ഗർഭിണിക്ക് ജനിക്കുന്ന കുട്ടി ഒരു ഭീകരനായ കുട്ടിയായിരിക്കും പോയി. ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യ പോയി അത് ഭാഗ്യത്തിന് മാർക്കോ ഇറങ്ങിയിട്ടില്ല. പക്ഷെ എന്റെ ഭാര്യ അവിടെയാണ് ജപ്പാനിലെയും ഇന്ത്യയിലെയും വിഷയം. നമ്മളെ കുഞ്ഞുങ്ങളെ കുറ്റം പറ്റായിരുന്നു കേട്ടോ, പാവങ്ങളായി ചെയ്തു. ജപ്പാനിൽ ഈ പ്രശ്നമില്ല, കുട്ടികളെ കുറിച്ച് ഒരു അസ്വസ്ഥതയില്ല. ജപ്പാനിൽ കണ്ടില്ലേ ജർമ്മനിന്റെ കളിയിൽ ആ ജപ്പാനിൽ സഞ്ചലം കൊണ്ടുവച്ച് മറ്റവരെല്ലാം ചാടി കുപ്പി കഷ്ണവും കടലാസെല്ലാം എടുത്തിട്ട് കൂട്ടിക്കൊണ്ടുപോയി കണ്ടിട്ടില്ലേ ജർമ്മനി യൂറോ കപ്പിൽ? അതുപോലെ സംസ്കാരമാണ്.
നമ്മളാണെ ചോദിക്കും ഒരു സഞ്ചി എടുത്ത് എന്ത് കിട്ടും, മനസ്സിലായില്ല? അങ്ങനെ ചോദിക്കും. നമ്മളെല്ലാം കൂലിയാണ് ഇവിടെ. പക്ഷെ അവിടെ ഒരു സംസ്കാരമാണ് ഈ വൃത്തി. പക്ഷെ അവിടെ ഒരൊറ്റ പെൺകുട്ടിയും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല ജപ്പാനിൽ. ജപ്പാനിൽ ഒരു കുട്ടികളെ കുറിച്ചിട്ടും രക്ഷകർത്താക്കൾക്ക് ആശങ്കയില്ല. ജപ്പാനിൽ മാത്രമല്ല, ചൈനയിലില്ല, ഫിൻലാൻഡിലില്ല, സ്വീഡനിലില്ല. കാരണം എന്താ അറിയോ? അവിടെയുള്ള കുട്ടികളെ എങ്ങനെ പോറ്റണം എന്നാണ് രക്ഷകർത്താക്കളെ ഗവൺമെന്റ് പഠിപ്പിക്കുന്നുണ്ട്. ചൈനയിലും ജപ്പാനിലെല്ലാം ഒരു പെണ്ണ് ഗർഭിണി ആയാലില്ലേ, അപ്പടെ ഗവൺമെന്റ് ഏറ്റെടുക്കും. ഗർഭമല്ലേ ഏറ്റെടുക്കുക? നിങ്ങൾ അതങ്ങ് ഏറ്റെടുത്തിട്ട് ഗർഭമല്ല, ഗർഭിണീനെ ഏറ്റെടുക്കും. എന്നിട്ട് എന്ത് പഠിപ്പിക്കുന്ന അറിയോ? ഈ ഗർഭിണി ഒരു 1-ാം മാസം ഈ കുട്ടിയുടെ നന്മക്ക് വേണ്ടി എന്ത് ചെയ്യണം, എന്ത് എക്സസൈസ് ചെയ്യണം, പാട്ട് കേൾക്കണം, ഇന്നേ പാട്ട് കേൾക്കണം, ഇന്നേ പുസ്തകം വായിക്കണം എന്നല്ല. ഇങ്ങനെ 9 മാസം ഈ ഗർഭിണീനെ ഇങ്ങനെ കൊണ്ടുവരിക ചെയ്യാം. ഈ ശരിക്കും ഖുർആനെല്ലാം വായിക്കുമ്പോൾ അതിലുള്ള നന്മകളെല്ലാം കുട്ടി അബ്സോർബ് ചെയ്യും പോലും. അവർ എക്സസൈസ് ചെയ്യുമ്പോൾ അതൊക്കെ കുട്ടി അബ്സോർബ് ചെയ്യും. നല്ല ഭക്ഷണ സംസ്കാരമൊക്കെ കുട്ടി അബ്സോർബ്. അപ്പൊ ജനിക്കുന്ന കുട്ടി നല്ല ദീനി ബോധമുള്ള നല്ലൊരു കുട്ടിയായിരിക്കും. ഞാൻ എൻ്റെ മക്കൾ ആലോചിക്കുമ്പോൾ ചിരിച്ചു കൊടുത്ത് അറിയാം. എൻ്റെ ഭാര്യ ഗർഭിണിയായി ചെയ്യുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇളകർ, ഓളൊരൊറ്റ ഇട്ട ഇങ്ങനെ. പിന്നെ ഓള് ഇളകറല്ലോ, അപ്പൊ ഇളകാണ്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ലേ ചെയ്യാൻ പറ്റും. നോക്കുമ്പോൾ അന്നേരം ഒരു ഫോണ് മാന്തുക, റീൽസ് നോക്കുക, മാന്തുക, വൈകുന്നേരം സീരിയൽ കാണുക. സീരിയലിലാണെങ്കിൽ കഥ മുഴുവൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് 5-8 പ്രണയം, അതിലൊരു ഗർഭിണിയാവും, വേറെ ഇട്ടം കല്യാണം കഴിച്ചിട്ട് ഈ കുട്ടീന്റെ അച്ഛൻ ആരാണെന്ന് പരതുന്നതാണ് കേരളത്തിലെ സീരിയലുകൾ. എന്റെ ഭാര്യ ആ സീരിയലും തോണ്ടലും കൊണ്ട് 9 മാസം കൊണ്ട് എന്റെ മോനെ പ്രസവിച്ചപ്പോ എനിക്ക് ചിരിയെന്ന് പറഞ്ഞു. ചെക്ക ജനിച്ച പാട് പരതുക. ഒന്ന് ഫോണ്, രണ്ടാമത് അവന്റെ അച്ഛൻ ആരാന്ന് നോക്കി നടക്കുക. ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടിക്ക് പോലും പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അവരുടെ തലച്ചോറിലുള്ള ഡെവലപ്മെന്റ് നടക്കുമെന്ന് മറ്റു രാഷ്ട്രങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്തെങ്കിലും ബോധമുണ്ടോ? ഇപ്പൊ നേരത്തെ മൂപ്പർ പറഞ്ഞ അത് കഴിഞ്ഞാൽ മതബോധം പോലും ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് പോവുക അല്ലെ, സാംസ്കാരിക ബോധവും ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ കുട്ടിക്ക് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ പറ്റില്ല. കുട്ടിക്ക് ലഹരി, ഗർഭിണി ഇപ്പം പറയുന്നത് ചെറുങ്ങനെ കള്ളെല്ലാം കുടിക്കണം എന്നും പറയുന്നുണ്ട് ഒരു. അപ്പൊ ഗർഭിണി കള്ളം കൂടി കുടിച്ചാല് ജനിക്കുമ്പോൾ തന്നെ ചെക്ക ഐസ് ക്യൂബ് ഉണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അതൊരു സംസ്കാരമായി വരും തലമുറയെങ്കിലും ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ആര് തയ്യാറാവണം? മതപണ്ഡിതന്മാർ തയ്യാറാവണം, മത നേതാക്കന്മാർ തയ്യാറാവണം, സാംസ്കാരിക നായകന്മാരൊക്കെ ചെയ്യണം. ഓക്കെ, സംഗതിയെല്ലാം മനസ്സിലായല്ലോ. അപ്പൊ ഈ സംഗതിക്കെല്ലാം കാരണം എന്താ നമ്മൾ പറയുന്നത്? അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, മറുചോദ്യം ഉണ്ട്. കൊയിലാണ്ടി ബീവറേജ് ഉള്ളത് കൊണ്ടല്ലേ എല്ലാവരും കള്ളുകുടിക്കുന്നത്? അങ്ങനെ ഒരു സംശയം നിൽക്കില്ലേ? കൊയിലാണ്ടി ബീവറേജ് ഉള്ളതുകൊണ്ട് നിങ്ങൾ കള്ളുകുടിക്കണമെന്നുണ്ടോ? കൊയിലാണ്ടി ബീവറേജിന്റെ അപ്പുറത്ത് ഒരു എലിവേഷന്റെ പീടി ഉണ്ടല്ലോ. ആരെങ്കിലും ഒരു ഗ്ലാസ് ബ്രാൻഡി ടച്ചിങ്സ് ആയിട്ട് എലിവേഷൻ തിന്ന ചരിത്രം കേട്ടിട്ടുണ്ടോ? അപ്പൊ എലിവേഷൻ തിന്നാൽ ചത്തുപോകുമെന്ന് ഈ കുടിയിൽ പോലും ബോധമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ബ്രാൻഡി ഷാപ്പാണ്. അപ്പൊ നമ്മൾ പറയും ഗവൺമെന്റ് എന്തെങ്കിലും. അതാ ഞാൻ പറഞ്ഞത്, ഗവൺമെന്റിൽ നമ്മൾ നോക്കട്ടെ, നമ്മൾ ഇവിടെ നോക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നു മുതൽ നമ്മുടെ വീട് സുരക്ഷിതമാണോ എന്ന് നോക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? മക്കളെ ഈ ബോധത്തോടു കൂടി വളർത്തണം. ഓക്കെ, നിങ്ങൾ മാതൃകയാവണം. അതിനെന്ത് ചെയ്യണം അറിയോ? ഉപ്പയും ഉമ്മയും മക്കളെ മുമ്പിൽ മാതൃകകളാവണം. നിങ്ങൾ മാതൃകയാണോ സാർ? നിങ്ങൾ ഭർത്താവ് നിങ്ങളെല്ലാം ചെയ്യില്ലേ? ഭാര്യയോടെല്ലാം എങ്ങനെയുണ്ട്? ഇവിടെ കണ്ണ ഒരു ചോറുള്ള അങ്ങോട്ട്, ഒരു ചോറുള്ള ഇങ്ങോട്ട്, അങ്ങനെ. ഇവർ എന്റെ ടീമേജ് കേട്ടോ. ഭാര്യ എന്ന് പറയുന്നത് തളർന്നുപോയി. ഇതിന്റെ വിഷയം ഓർപ്പം വിചാരിക്കുന്ന മുന്നിൽ ഇരിക്കണ്ടേലും പണ്ടാര അങ്ങാ പോയി ഇരുന്നപ്പോൾ ഇത് നിങ്ങൾ ആരെ വിഷയമല്ല. നിങ്ങളിപ്പോ നോക്ക്, നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് സംതൃപ്തരാണോ? നിങ്ങൾ വിചാരിച്ച ഭാര്യ തന്നെയാണ് നിങ്ങൾ കിട്ടിയത്. നിങ്ങളിപ്പം വിചാരിക്കുന്നത് ഇത് വേണ്ടേലും വേറെ അത്ര. ഞാനും ഭാര്യ അങ്ങനത്തെ ആദ്യത്തെ കുറച്ച് കാലം അങ്ങനത്തെ ചെയ്യും. ആദ്യത്തെ കുറച്ച് കാലം നല്ല രസമായിരുന്നു കേട്ടാ. ഞാനും ഭാര്യയും പ്രണയിച്ചെപ്പാന്ന് നിങ്ങൾ ഇവിടെ ലഹരിയല്ല വിഷയം. ഇവിടുത്തെ കുടുംബത്തിലെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒരു കുട്ടി കള്ള് കുടിക്കണമെങ്കിൽ, കുട്ടി സിഗരറ്റ് വലിക്കണമെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? സ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ കുടുംബമാവണം. വാട്ട് ഈസ് കുടുംബം? നിങ്ങൾ കുടുംബത്തിൽ ജീവിക്കുന്നുണ്ടോ? എന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ സാർ? ആ കുടുംബം അത് തന്നെ എനിക്ക് ചിരി വരുന്നത്. ഞാനും ഭാര്യ കൂടുമ്പോൾ ഇമ്പമുള്ളത് എപ്പാന്നറിയോ? ഞാൻ കല്യാണം നിശ്ചയിച്ചിട്ട് കല്യാണം കഴിക്കുന്ന ഒരു 3 മാസം ഉണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായി പ്രണയിച്ചത് നേരത്തെ. നല്ല രസാട്ടോ.
രാവിലെ ഓള് ഗുഡ് മോർണിംഗ്, ഉച്ചക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, വൈകുന്നേരം ഗുഡ് ഈവനിങ്, രാത്രി ഗുഡ് നൈറ്റ് വിത്ത് ഒരു ഉമ്മ. നല്ല രസമാട്ടോ വാട്സപ്പിൽ ഇങ്ങനെ വരിക. അപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ അതിന്റെ നടുക്കെല്ലാം കുറെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലൈക്ക് ചെയ്യും, ഒന്നുമില്ലല്ലോ. അതൊക്കെ രാത്രിത്തെ ഉമ്മയാണ് ഏറ്റവും പ്രസിദ്ധം. ചില ഡ്യൂട്ടി തിരക്കുകൾക്കിടയിൽ രാത്രി തുമ്മക്ക് വരാൻ ഉമ്മ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇന്നലെ തുമ്മ എടുത്തും ഇങ്ങനെ വയലന്റ് ആകും. ഞാൻ പടച്ചാൻ എന്നെ കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും, വാട്സപ്പിൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മളെ ചിന്ത. പിന്നീട് നമ്മൾ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോ നല്ല രസാട്ടോ. എന്നോട് പറഞ്ഞ പറക്കണം, കറങ്ങണം, അങ്ങനെ സ്വപ്നങ്ങൾ മാത്രമാണ് നമ്മൾ 3 മാസം. ഞാൻ വിചാരിച്ചു പണ്ടേ കഴിക്കേണ്ട കല്യാണം. അപ്പൊ കല്യാണം കഴിച്ച് 5 കൊല്ലായി. ഇപ്പോൾ എന്റെ വീട്ടിലൊന്ന് വന്നോക്ക്, കൂടുമ്പോൾ ഒരു ഇമ്പവും ഇല്ല. ഞാനും ഓളും കാണുമ്പോ ഭൂകമ്പ. നിങ്ങൾ എന്റെ ടീം തന്നെ കേട്ടോ. കുറെ ആക്കത്ത് പറഞ്ഞത് സമാധാനായില്ലേ? ഇതിന്റെ വിഷല്ലട ഇന്റെ വാപ്പി ഉമ്മയല്ല ഇവിടെ കണ്ണ എന്നെല്ലാം പറയുന്നുണ്ടാ. പിന്നെ എങ്ങനെയാ കുട്ടി പ്രണയിക്കാന്ന്? ഈ കുട്ടി പ്രണയിക്കണമെങ്കിൽ ഉപ്പയും ഉമ്മയും കാണിച്ചു കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ സരോവരം പാർക്കിലെ പ്രണയത്തിന് വീട്ടിൽ പോകും. അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യ, എന്റെ എല്ലാ വീട്ടിലും പ്രശ്നമുണ്ട് അല്ലേ? നിങ്ങൾ ഭാര്യയെ കഴിയൊന്നുമില്ല. ഞാനും ഭാര്യ അടികൂടുമ്പോ ഓളിപ്പം പറയുന്നൊരു വർത്താനം കേൾക്കണം. അവൾക്ക് നല്ല രസാട്ടോ. അവള് പറയുന്ന വർത്താനം, എനക്കത്ര നല്ല വന്നിക്കേനു, മറ്റോ വന്നിനേനു, ഉണ്ട കണ്ണ ആന ചെവിയെ. ഇതെന്റെ മോളെ മുമ്പെന്നാ പറയുന്നത്. 7ാം ക്ലാസ്സിലെ മോളൊരു സോളോട് ചോദിക്കുകയും ചെയ്തു, അമ്മക്കായി ഉണ്ടക്കണ്ണനെ കഴിച്ചാൽ പോരേനാ ഈ പൊട്ടപ്പനെ കഴിക്കണേനോ? പിന്നെ എങ്ങനെ എന്റെ കുടുംബം കൂടുമ്പോൾ ഇന്നുള്ളതാവില്ല. അവിടെയാണ് വിഷയം. അതുകൊണ്ടാണ് റൊണാൾഡോ എന്ന് പറയുന്ന ഫുട്ബോൾ പ്ലെയർ ഇല്ലേ, റൊണാൾഡോയുടെ പ്രത്യേകത ഫുട്ബോൾ ലെജൻഡാണ്. ആ ലെജൻഡിനോട് എന്ത് പറയുമ്പോൾ ഉടക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഓനൊന്ന് കഴിക്കാൻ അവൻ 2 എഴുത്ത് കിട്ടും. ഒരു ലെജൻഡ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ സ്വഭാവ വൈകൃതം ഈ റൊണാൾഡോക്ക് വരാൻ കാരണം നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? റൊണാൾഡോ 3.5 വയസ്സ് മുതൽ ഫുട്ബോൾ അക്കാദമിയിൽ പോയി കളി തുടങ്ങിയ ചങ്ങയ്യ. 3.5 വയസ്സ് മുതൽ അവന്റെ അമ്മ എന്ന് പറയുന്ന കോടീശ്വരി ഒന്നുമല്ല. റൊണാൾഡോ കോടീശ്വരന്മാരൊന്നുമല്ല. അവർ പാവപ്പെട്ട അടുത്ത വീട്ടിൽ പാത്രം കഴുകിയിട്ട് മകനെ പോറ്റി ഒരു അമ്മയുടെ മോനാ റൊണാൾഡോ. അങ്ങനെ പാത്രം കഴുകി വരുമ്പോ ഈ മകൻ കഷ്ടപ്പെട്ട് കോച്ചിങ് കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ കുട്ടി വരുമ്പോൾ ഒരു പാത്രത്തിൽ മൂടി വെക്കുകയായിരുന്നു. ഈ കുട്ടി ഓടി വന്ന് ഈ പാത്രത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഇവന്റെ കുടിയനായ അച്ഛൻ വന്നിട്ട് ഈ പാത്രം ചവിട്ടി തെറിപ്പിച്ചത്. വിശപ്പുള്ള ചെക്കൻ എന്നറിയോ? ആ താഴെ വീണ പാത്രത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം വീണ്ടും പെറുക്കി പാത്രത്തിലേക്ക് ഇടുമ്പോ ഇവന്റെ മൂത്ത ഏട്ടൻ, കഞ്ചാവിനടിമയായ ചേട്ടൻ, ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ചവിട്ടി നിരക്കി കഴിഞ്ഞു. ഈ ചെക്കന് തിന്നാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെ ചെറുപ്പത്തില് ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ കണ്ടു വളർന്ന റൊണാൾഡോ ആണ് ഈ സ്വഭാവ വൈകൃതത്തിന് കാരണം. ഈ ചെറുപ്പത്തിൽ അവൻ അനുഭവിച്ച അമ്മയും അച്ഛനും തമ്മിലുള്ള, അല്ലെങ്കിൽ അവന്റെ കുടിയനായ അച്ഛൻ അവന് കൊടുത്ത ഭീകരതയാണ്. നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? അതുകൊണ്ടാ മക്കളെ മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അത് കേട്ടതിന് ശേഷം ഞാൻ ഭാര്യയുടെ ഭാര്യയെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഈച്ചയുടെ മുമ്പിൽ നമ്മൾ അഭിനയിക്കണം. കാരണം റൊണാൾഡോനെ പോലെ തച്ചു കൊണ്ടു ഒഴിച്ചിടുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അഭിനയിക്കണം. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വന്നത് അഭിനയാണ്. മക്കളെ മുമ്പ് ഞാൻ എവിടെ കണ്ട ചായ കുടിച്ചോടാ, ചോറ് തിന്നോടാ, അച്ഛമ്മക്ക് കൊടുത്തോ, പൂച്ച ഭക്ഷണം കഴിച്ചോ, പശുവിന് പുല്ലിട്ട് കൊടുത്തോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോ 6 മാസം കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടി. എന്റെ മക്കൾ ഇപ്പം പശുവിന് പുല്ലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് അവന്റെ അനിയൻ കഴിച്ചോ നോക്കുന്നുണ്ട്, അവന്റെ അമ്മ കഴിച്ചോ നോക്കുന്നുണ്ട്. എല്ലാവരും ഭക്ഷണം. എന്തുകൊണ്ടാ? നമ്മൾ കാണിച്ചു കൊടുത്ത സംസ്കാരമാണ്. ഇതൊക്കെ പറഞ്ഞാലും ഭാര്യക്ക് തിരിയില്ല. ഓള് ചോദിക്കുന്നതെന്ന് അറിയോ? ഇതൊക്കെ നമ്മൾ അടി കൂടുക. ഞാൻ പറഞ്ഞ ഐറ്റികൾ സ്കൂളിൽ പോയിട്ട് കൂടാലോ, പിന്നെ ആരുണ്ടാവില്ലല്ലോ. ഇപ്പോൾ പിന്നെ പശുവിന് നമ്മൾ അടി കൂടുന്നെല്ലാം പണ്ടേ അറിയാലോ. അമ്മക്ക് പണ്ടേ നമ്മൾ അങ്ങനെ അറിയാം. അപ്പൊ നമ്മൾ ആരുടെ മുമ്പിലാണ് അഭിനയിക്കേണ്ടത്? കുട്ടികളുടെ മുമ്പിൽ. കുട്ടികളുടെ മുമ്പിൽ നിന്ന് ഒരു സിഗരറ്റ് പോലും ചുണ്ടിൽ വെക്കാൻ പാടില്ല. ഇനി ഐറ്റികൾ പോയിട്ട് കട്ടൻ്റെ അടിയിലാറ്റം പോയി വലിച്ചോടിക്കുന്നത്. കുറ്റി അട വീഴുന്നത്. കുറ്റി വീണിക്കൊണ്ട് അതെടുത്ത് ഈറ്റികൾ വലിക്കും. അതാണ് ലഹരി വസ്തുവിന്റെ ഏറ്റവും വലിയ ഭീകരത. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ നിങ്ങളെ മക്കള് സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യം കൂടി നിങ്ങൾ പഠിച്ചാണ് വെച്ചോ. ഈ കേരളത്തിൽ രക്ഷാകർത്താക്കളാണ് ഈ നാശത്തിന് കാരണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? കുട്ടികളെ വിശ്വാസമില്ലാത്ത രക്ഷാകർത്താക്കൾ. നിങ്ങളെ കുട്ടി കള്ളു കുടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സാർ? നിങ്ങളെ കുട്ടി ഒരു ബസ് അടിച്ചു പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല, വിശ്വസിക്കില്ലല്ലോ സാർ. നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. അതിനെന്താ പ്രശ്നം അറിയോ?
അതിനൊരു ശാസ്ത്രീയതയുണ്ട്. നിങ്ങൾ ഒരിക്കലും 18 വയസ്സിന് താഴെയുള്ള മനുഷ്യജന്മങ്ങളെ വിശ്വസിക്കരുത്. അയച്ചു നമ്മൾ പറ്റിക്കും. ആ ബോധങ്ങൾ മനസ്സിലെപ്പോൾ ഉണ്ടാവും. രണ്ടാമത്തെ വിഷയം, ലോകത്തെല്ലാ മനുഷ്യനും 2 സ്വഭാവമുണ്ട്. എത്ര സ്വഭാവമുണ്ട്? 2. പോരാ സർ, നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടാകും എങ്കിൽ നിങ്ങൾക്ക് 3 സ്വഭാവമുണ്ട്. ഈ ബോധം എല്ലാവരും മനസ്സിലാവുന്നുണ്ട്. രംഗീഷ് കടവത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലുള്ള സ്വഭാവമല്ല എൻ്റെ നാട്ടിലെ സ്വഭാവം. എൻ്റെ നാട്ടിലെയും വീട്ടിലെയും സ്വഭാവമല്ല എൻ്റെ പോലീസ് സ്റ്റേഷനിലെ സ്വഭാവം. ഈ 3 സ്വഭാവമല്ല എൻ്റെ വാട്സപ്പിലെ സ്വഭാവം. വാട്സപ്പിൽ നിങ്ങളൊരു ഹായ് ഇട്ടോ കണക്ക് ഞാൻ ഹോയ് കൊണ്ട് ആറാട്ടേക്കും. ഞാൻ ഈ മുഖമൊന്നുമല്ല എൻ്റെ മുഖം. ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആലോചിച്ചത്. എനിക്ക് എൻ്റെ ഭാര്യയെ കണ്ടെടുത്താൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, കൊല്ലം കഴിയുന്നതോടെ എനിക്ക് ഭാര്യയായിട്ട് അടിയാൻ ഞാൻ ഒന്നാ നോക്കാം. അടിയിട്ടാവും കാരണം വെച്ചാൽ രാവിലെ തുടങ്ങുള്ളൂ. ഊരവേദന, കഴുത്തിന്റെ ഇവിടുന്ന് ഇങ്ങനൊരു വേദന, ചക്കന്റെ പീസ്, പെണ്ണിന്റെ മൂക്കുലിപ്പ്, രാവിലെ എണീക്കുമ്പോൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. നമുക്ക് ഭാര്യനെ ഇഷ്ടം ഉണ്ടാവുമോ? ഉണ്ടാവോ? ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യൻ്റെ ഊരവേദനയെ പ്രശ്നമുള്ളൂ. എൻ്റെ അങ്ങോട്ടുള്ള എൻ്റെ ഭാര്യൻ്റെ ഊരവേദന എന്ന് പറയുന്നത് എനിക്കൊരു സന്തോഷമാണ്. ഞാൻ ഓളോടെല്ലാം പെരുമാറുന്ന കാണണം. ഡോക്ടറെ കാണിക്കണം. ഊരവേദന അധികം വെക്കുവാൻ പാടില്ല. അത് പിന്നെ ഇങ്ങനെ പ്രശ്നമാവും. അതുകൊണ്ട് ഇനി എൻ്റെ ബൈക്കിന്റെ പേര് കയറി ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം. അങ്ങോട്ടായാലും എൻ്റെ ഭാര്യ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ എനിക്ക് നല്ലോണം മുട്ടുന്നുണ്ട്. പക്ഷെ എൻ്റെ ഭാര്യന്റെ ഊരവേദന എന്ന് പറയുമ്പോൾ എന്നെ പോളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? വാട്സപ്പിൽ എൻ്റെ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് കാണണം. പൊന്നു കുടിച്ചോടാ, തിന്നോടാ, ഉറങ്ങിയോടാ, ഒരു കൊഞ്ചല് ജാസ്തിയാ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പിൽ. ശരിയാണോ? ഇത് മനുഷ്യനുണ്ട്. ഇതേപോലെ നിങ്ങളെ മക്കൾക്കും 2 സ്വഭാവം. എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട് എനിക്ക്. ഞാൻ ഈ 13 കൊല്ലമായി ജനങ്ങളോട് പറയുന്നത്, നിങ്ങളെ മക്കളെ നിങ്ങൾ ഒരു തരത്തിലും വിശ്വസിക്കരുത്. നിങ്ങളെ വീട്ടിലെ സ്വഭാവമല്ല സ്കൂളിലെ സ്വഭാവം, സ്കൂളിലെ സ്വഭാവമല്ല കുട്ടിയുടെ റോഡുമ്പിലെ സ്വഭാവം, വാട്സപ്പിലെ സ്വഭാവം. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഇതെല്ലാം ആണെങ്കിലും എൻ്റെ 7ാം ക്ലാസ്സിലെ മോളെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അവൾ ഒരിക്കലും തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അവിടെ പക്ഷെ അവളെ പ്രത്യേകത എന്ന് വെച്ചാൽ പഠിക്കുക പറഞ്ഞാൽ പഠിക്കുമെന്ന് പറയണ്ട, സന്ധ്യക്ക് അവളങ്ങ് പഠിക്കും. ഇനി പഠിക്കുന്നിടത്ത് നിന്ന് ചായ വെച്ചോണ്ടോ എന്ന് പറഞ്ഞാൽ അവളൊരു ചായ വെച്ച് കൊണ്ടുത്തരും. മിറ്റടിക്കും എന്ന് പറഞ്ഞാൽ അവൾ മിറ്റടിക്കും. റേഷൻ പിടിയപ്പെടുന്ന പറഞ്ഞാൽ സൈക്കിൾ എടുത്ത് റേഷൻ പിടിയപ്പെടും. നല്ലതാണോ ചീത്തയാണോ? അവളെ ഡ്രസ്സെല്ലാം ഓള് തിരുന്നു. നല്ലതാണോ? നല്ല കുട്ടിയാണോ ചീത്ത കുട്ടിയാണോ? പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായത്തിൽ നല്ല കുട്ടി. ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചത്. പക്ഷെ ഞാൻ എല്ലാ മക്കളെ കുറിച്ചും പറയുന്നത് 2 സ്വഭാവം ഉണ്ടെന്ന്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്നാലോ, ഇവള് വീട്ടിൽ നിന്ന് കമാന്നൊരു അക്ഷരം മിണ്ടൂല. എന്ത് പറഞ്ഞാൽ അനുസരിക്കും, പക്ഷെ ഇങ്ങോട്ടൊന്നും മിണ്ടൂല. നമ്മൾ ടൂറിനെല്ലാം പോകുമ്പോൾ കാറിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ദേഷ്യം പിടിക്കും. ഞാൻ ചോദിക്കും, പ്രഭോ ചായ കുടിക്കാറായോ? അപ്പോൾ ഇങ്ങനെ ഒരു മൂച്ചട്ട സ്വഭാവം നമ്മളോട്. ഞാൻ എൻ്റെ ഭാര്യയോട് പലപ്പോഴും ബാലൻ്റായിരുന്നു. ഞാൻ ചെല്ലടാ ഇവളൊന്നും മുണ്ടൊന്നുമില്ല, ഇങ്ങനെ എന്താ മരക്കുറ്റി പോലെ ഇവള്. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ മറുപടി എന്നായിരുന്നു, ഓക്ക് കാരണമാണ് അതേ സ്വഭാവം. എന്നിട്ട് ഇനി കണ്ടില്ലോ, കാരണം കണ്ടിട്ടില്ല, പറയാൻ കേട്ടിക്ക് ഇങ്ങനെ കോനാലി ഇങ്ങനെ ഇരിക്കുക, ഒന്നും മിണ്ട. ഞാൻ വീട്ടിൽ മിണ്ടണ്ട, ഒക്കും അങ്ങനെ തന്നെയാണല്ലോ അഭിപ്രായം. പ്രശ്നമൊന്നുമില്ലല്ലോ, ആരോടും മിണ്ടുന്നില്ല, പണിയെല്ലാം എടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, വേറെ വിഷയമുണ്ടോ നമുക്ക്? പക്ഷേ ഓക്കും 2 സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലായത് എപ്പാന്നറിയോ? കഴിഞ്ഞ ഡിസംബറിൽ ഓളെ 7ാം ക്ലാസ്സിലെ പേരൻസ് മീറ്റിങ്ങിന് ഞാനും ഭാര്യയും പോയി. ടീച്ചർ കുറെ ക്ലാസ്സിൽ എഴുതിയിട്ട് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ സ്റ്റാഫ് റൂമിലേക്ക് വാ. ഞാനും ഭാര്യ സ്റ്റാഫ് റൂമിലേക്ക് പോയി. ടീച്ചർ ഒരു കഥയിലാന്ന് പറഞ്ഞ് ഇരിക്കും. ഞങ്ങളുടെ ഭാര്യ ഇനി ഇരിക്കും. അങ്ങനെ ഭാര്യയാണ് ഇരുന്നത്. ഞാൻ അവിടെ ഇരുന്നപ്പോഴാണ് അവളെ ശരിക്കും കണ്ടത്. നല്ലൊരു പെണ്ണ് കേട്ടാ, ഇങ്ങനെ ഇരിക്കുക കസേരയും മതി. ടീച്ചറോട് ഇങ്ങനെ കുറെ വർത്താനം പറഞ്ഞപ്പോൾ ഞാനത് ചോദിക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് ടീച്ചറോട്, ചില ടീച്ചറെ എൻ്റെ മോൾ എങ്ങനെയുണ്ട്, ക്ലാസ് റൂമിൽ അവളെ കുറിച്ച് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ടീച്ചർ ഒറ്റ ചിരി. എനിക്ക് ചിരിനെ പേടിയുണ്ടോ സാർ? പേടിയില്ല. എനിക്ക് ചിരിനെ പേടിയാണ്. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യ ചിരിച്ചോണ്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു ആപത്തുണ്ട്. ഓളാട് എന്തോ ഒരു കല്യാണോ എന്തോ ഒരു 5000 റുപ്യന്റെ കേസ്, സാരിയോ ചെരുപ്പോ എന്തും ഉണ്ടാകുമ്പോൾ നമുക്ക് ചിരി വിത്ത് ചായ. ശരിയാണോ? എൻ്റെ മക്കൾ എന്നോട് ചിരിക്കുമ്പോൾ എനിക്ക് പേടിയാ. ബാഗോ ട്രൗസറോ എന്തോ കീറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ടൂർ വരുന്നുണ്ട്, അപ്പോഴാണ് മക്കൾക്കൊരു ചിരി ഉണ്ടാവുക. ശരിയാണോ? അതുകൊണ്ട് ടീച്ചർ ചിരിച്ചപ്പോ സ്വാഭാവികമായിട്ട് എനിക്കൊരു പേടി. ഞാൻ ചില ടീച്ചർ എന്തോ ഒരു ആപത്തുണ്ടോ, എൻ്റെ മോള്
ടീച്ചർ തിരിച്ചുകൊണ്ട് പറഞ്ഞെന്നറിയോ, നിങ്ങളുടെ മോളെ കൊണ്ട് ക്ലാസ് റൂമിൽ ഒരു രക്ഷയില്ല. ഷീസ് ടോക്കറ്റീവ്, വായാടിയാണ്, ഇത്ര വലിയ നാവാണ്. അപ്പോൾ ആദ്യം കണക്കേറ്റ് ബാക്കി കുഞ്ഞുങ്ങളെല്ലാം കണക്ക് തെറ്റിക്കും, വെളി കൊണ്ട് കൊല്ലപ്പെടാതെ. ഇത് കേട്ടത് മര്യാദയ്ക്കുള്ള പെണ്ണുങ്ങളില്ലാടാ, സൽസ്വഭാവി ഒരു ചാടി എണീക്കലാണ്. ടീച്ചറുണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് 2 സ്വഭാവമുണ്ട്. അതുവരെ ഇരുന്ന ഭാര്യയല്ല ഓളെ മോളെ കൊണ്ട് പറഞ്ഞു. നോക്കുമ്പോൾ ടീച്ചർ അതുവരെ സദാസ്തു എന്ന് പറഞ്ഞ ടീച്ചറില്ലേ, ടീച്ചറോട് കയറത്തപ്പോ ടീച്ചർക്ക് 2 സ്വഭാവം. ഞാൻ അതിന്റെ നടുവിലാണ് നിന്ന് നമ്മുടെ ടീച്ചർ അടികൂടല്ലേക്ക്, എന്റെ മക്കള് വായാടിയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ക്ലാസ് റൂമിൽ CCTV ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരുമോ? ടീച്ചറോട് ക്ലാസ് റൂമിൽ CCTV ഇല്ല, നടക്കുന്ന പാസേജിലുണ്ട് എന്നാ പറഞ്ഞു. നമുക്ക് അത് കണ്ടാലും മതിയല്ലോ. അങ്ങനെ ഞാനും ഭാര്യയും ടീച്ചറും കൂടി CCTV റൂമിലേക്ക് പോകുമ്പില്ലേ, ഇവര് 2 അടി തന്നെ. 16 കൊല്ലായി ഞാൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ അധികം ഇളക്കണ്ട, എന്റെ പാരമ്പര്യം അച്ഛ. അങ്ങനെ അടി. CCTV കണ്ടപ്പോ ഇല്ലേ, എന്റെ ഭാര്യ പിന്നീട് ഇന്ന് വരെ കൊണ്ടിരിക്കില്ല. നോക്കുമ്പോ എന്റെ മൂക്ക് ഇത്ര വലിയ നാവുണ്ട്. ക്ലാസ് റൂമിലുള്ള കുട്ടിയല്ല എൻ്റെ വീട്ടിലെ കുട്ടി. അതിനുശേഷം എനിക്ക് എൻ്റെ മോളെ പേടിയാണ്. ആ പേടി നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളെ മക്കൾക്ക് 2 സ്വഭാവമുണ്ട് എന്നുള്ള നല്ല ബോധം ആക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറയാം, 12 വയസ്സുകാരൻ ലഹരിയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവർക്കെതിരെ നാവെടുത്ത് കയർക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ മക്കൾ ആ ലോകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുമ്പോഴാണ് ഈ ലോകം വിജയിക്കുക. ശരിയാണോ തെറ്റാണോ? ഒറ്റ പോയിന്റ് കൂടി പറയുമ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട്, കള്ളു കുടിച്ചാൽ മണക്കും, പറക്കൊന്നുമില്ലല്ലോ. സിഗരറ്റ് വലിച്ചാൽ മണക്കും, ബബിൾ ഗം തിന്നാൽ മണക്കും, അല്ലേ? ഏത് വേണ്ടാത്ത ലഹരി വസ്തു ഉപയോഗിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ ജാഗ്രതയുള്ള ഒരു രക്ഷാകർത്താവിന് മനസ്സിലാക്കാൻ പറ്റും, തിരുത്താൻ പറ്റും. അങ്ങനെ ജാഗ്രതയുള്ള ഒരു രക്ഷാകർത്താവ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ മൈക്കൊക്കെ പുറകെ നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഒറ്റ എക്സാമ്പിൾ പറയാം. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാനും മുഹമ്മദ് ഒന്നിച്ചവത്തുമില്ല. എൻ്റെ അരക്കും മുഹമ്മദിന്റെ അരക്കും എപ്പോൾ തോർത്തുണ്ടാവും, കുഴപ്പമേ ഉണ്ടാവും. ആ കുളത്ത് പോയിട്ട് കുളിക്കലാണ് നമ്മളെ ടാർഗറ്റ്, പഠിക്കലെല്ലാം സെക്കൻഡാണ്. അങ്ങനെ ആ കുളത്തിൽ ആദ്യത്തെ ദിവസം കുളിച്ചെനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. മുഹമ്മദ് ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കണം, വേറെ കുളിക്കണം. അങ്ങനെ ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് കുളിച്ച് വീട്ടിലേക്ക് വന്നു. എന്തിനാ വേഗം 5 മിനിറ്റ് കുളിച്ചെന്നറിയോ? വീട്ടിൽ മനസ്സിലാക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി. നമുക്ക് 1ാമത്തെ ദിവസം ആരും മനസ്സിലാക്കിയില്ല. 2ാമത്തെ ദിവസം 10 മിനിറ്റ് കുളിച്ചിട്ട് വന്നു. 3ാമത്തെ ദിവസം 1/4 മണിക്കൂർ. 7ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് ഞാൻ 1 മണിക്കൂർ കുളത്തിൽ കലക്കി മാറ്റിട്ടാണ് വന്നത്. 8ാമത്തെ ദിവസം വരുമ്പോ ഇല്ലേ, മുഹമ്മദ് പറഞ്ഞ ആരും പിടിച്ചിട്ടില്ലടാ, എല്ലാവരും മൊത്തം പറയല്ലേ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അച്ഛനുണ്ട് ഇങ്ങനെ ഉറങ്ങി തുള്ളുന്നു. എന്നുവെച്ചാൽ അമ്മയായിട്ടുള്ളതോ സംഘടനയായിരുന്നു. അങ്ങോട്ട് കയറുമ്പോ അച്ഛൻ ഇറയത്തുനിന്ന് വടിയെടുത്ത് എൻ്റെ പുറത്ത് 6 അടി, ഒരു മട്ടനുണ്ട് 6 അടി. ഞാൻ ചോദിച്ചെന്താ വേണ്ടാണ്ട് അടിക്കും, അന്തം വിട്ട ബുദ്ധി, ഒടുക്കത്തെ ധൈര്യം, വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ച് അങ്ങനെ അടിക്കുക ഞങ്ങള്, എന്തെങ്കിലും കാരണമില്ലാണ്ട് കുട്ടികളെ അടിക്കുക? അച്ഛൻ പറഞ്ഞു വേണ്ടാണ്ടല്ല, ഞാൻ കുളത്തിൽ പോയി കുളിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ ചോദ്യം. ഞാൻ വിട്ടുകൊടുത്തില്ല. 6 അടിയുമായിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിനാ, നിങ്ങൾ കണ്ണുകൊണ്ട് കാണാത്ത അപ്പാട് നിങ്ങൾ അടിക്കുക? അപ്പൊ അച്ഛൻ പിന്നെയും 2 അടി. ഈ അടിക്ക് ഞാൻ കുഴിയുമ്പോൾ മുഹമ്മദിനങ്ങ് കയറി വിളിക്കുക. അതോടുകൂടി എനിക്കൊരു സമാധാനമായി. ഓനും കിട്ടിയില്ലല്ലോ. ഈ അടിയും കിട്ടി ഞാൻ നിൽക്കുമ്പോ എന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു, എല്ലാ അച്ഛൻ നിങ്ങൾ കാണാത്തതിന് അടിക്കാന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞ മറുപടി എന്നറിയോ? ഞാൻ കണ്ണുകൊണ്ട് കാണണമെന്നില്ല. എന്റെ കൂട്ടുകാരൻ അന്ത്രു നീ കുളത്തിൽ കുളിക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ത്രൂനെയാണ് വിശ്വാസം. 2 അടി പിന്നെയും ഞാൻ ഈ അടി കിട്ടിയത് എന്റെ അന്ത്രൂക്ക വല്ല ആവശ്യമുണ്ടോ ഇത്? പക്ഷേ ആ നിമിഷം എനിക്ക് ഓർമ്മ വരുന്ന സംഭവമല്ല. എൻ്റെ അമ്മ ഈ ബഹളപ്പാടെല്ലാം കേട്ടിട്ട് ഏടുന്നതെന്നറിയില്ല, ദൈവത്തിനെ പോലെ ഇങ്ങ് വന്നു. ഒരു വസ്തു അമ്മ അറിയില്ല, എന്തിനാ അടിച്ചെന്ന് പറയല്ല, എന്തിനാ അടി കൊണ്ടെന്നൊന്നും അമ്മ അറിയാം. അമ്മ വന്നോളെ പറയുന്നത്, ഞാൻ 10 മാസം വയറ്റിൽ പറത്ത ചക്കനായത്, ഓനെ നിങ്ങൾ അപ്പാടെ അടിച്ച് കൊല്ലുക, നിങ്ങളൊന്ന് കൊന്നേക്ക്, നിങ്ങളെ ദേഷ്യം മുഴുവൻ തീർക്കേണ്ട സാധനമാണോ എൻ്റെ മോൻ? മോനെ തന്നെ ഇങ്ങനെ കെട്ടുപിടിച്ചില്ല. ഇതൊക്കെ അമ്മനെ കുറിച്ച് ആര് വയറ്റിൽ നീന്തി കുളിച്ചു പോയി ഞാൻ 10 മാസം. പക്ഷെ അമ്മ എപ്പോഴും ഞാൻ ഏറ്റവും പെറ്റായിട്ട് എന്നെ അച്ഛൻ വെറുതെ അടിക്കുന്നതെന്ന് അമ്മ പറയുന്നത്. എനിക്ക് അമ്മയെ കുറിച്ച് അന്നേരം തോന്നിയെന്താ അറിയാം,
പൊട്ടത്തി. എന്ത് പൊട്ടത്തിയായി? ഞാനിങ്ങനെ കുളിച്ചു വന്നിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ വയറ്റിൽ കിടന്ന് പടച്ച കഥയാ പറയുന്നത്. അതേസമയം എൻ്റെ അച്ഛൻ ഞാൻ ചെയ്ത തെറ്റ് കണ്ടുപിടിച്ച് എന്നെ തിരുത്തുമ്പോ അച്ഛനാണ് ശരി എന്നുള്ള ബോധ്യം അന്നെനക്കുണ്ടായിരുന്നു. അപ്പൊ എന്നെ അച്ഛന് അന്ന കുളി പിടിച്ചിട്ട് ഉള്ളിലേക്കാൻ പിറ്റേന്ന് കുളിക്കാൻ പോയില്ല. ഞാനും 3 പിറ്റേന്നും പോയി ആദ്യം അന്തൂർ കാർഡ് ഉണ്ടോ നോക്കി, എല്ലാം ഉറപ്പ് വരുത്തിയിട്ടാണ് കുളിച്ചത്. അതാണ് ജീവിതത്തിലുള്ള നമ്മളെ തിരിച്ചറിവ് അല്ലെങ്കിൽ പോരാട്ടം എന്നൊക്കെ പറയാം. ആ പോരാട്ടത്തിലൂടെ ജീവിച്ചത് കൊണ്ടാണ് നമ്മൾ ബൈക്കൊക്കെ പുറകിലെത്തിയത്. നിങ്ങൾ പറയുന്നത് എന്താ അറിയോ? ഈ 5ാം ക്ലാസ്സിലെ കുട്ടി വടകരയിൽ നിന്ന് തൂങ്ങി മരിച്ചതിനാ സ്കൂളിൽ നിന്ന് 5ാം ക്ലാസ്സുകാരനെ ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച് ജനവാതിലിൽ തൂങ്ങി മരിച്ച 5ാം ക്ലാസ്സുകാരുടെ നാടാ നമ്മളെ വടകര. പത്രത്തിലുണ്ടായിരുന്നല്ലോ. ഞാൻ എൻ്റെ അമ്മ ഇത് വാർത്ത കണ്ടപ്പോൾ ഒറ്റ ചിരി. അമ്മ 5ാം ക്ലാസ്സിലെ കുട്ടി മരിക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുക. അമ്മ പറഞ്ഞു ഞാൻ അതിനല്ല ജീവിച്ചത്. അങ്ങനെ ടൂറിന് വിടാത്തിട്ട് മരിക്കുകയായിരുന്നുവെങ്കിൽ ഈ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ് വരെ എന്റെ അച്ഛൻ ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച് വീട് മുഴുവൻ തൂങ്ങി ആടണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ചിരിച്ചതാണ്. ഞാൻ ഇതേ വാർത്ത എൻ്റെ ഭാര്യക്ക് കാണിച്ചു കൊടുത്തു. നമ്മൾ സുന്ദരി ഉണ്ടല്ലോ, സുന്ദരി വാർത്ത വായിച്ചിട്ട് എനിക്ക് മനസ്സിലായോ സുന്ദരിയെ? ഓള് പറഞ്ഞതെന്ന് അറിയോ? ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എന്താ മനസ്സിലായത്? കുട്ടികൾ ചോദിക്കുമ്പോൾ അന്നേരം ടൂറിന് വിടണം, ഇല്ലെങ്കിൽ അതിൽ അത്താളിയില്ല. നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നത്? എൻ്റെ അമ്മേൻ്റെ പക്ഷത്താണോ എൻ്റെ ഭാര്യയുടെ പക്ഷത്താണോ? എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു ബാല്യകാലത്തിൽ ടൂറ് എന്ന് പറയുന്നത് അസംഭവ്യമാണെന്നുള്ള ബോധം എൻ്റെ അച്ഛന് എൻ്റെ തലച്ചോറിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതിന് ഞാൻ അച്ഛന് ശരിക്കുള്ളൊരു സെലൂട്ട് എപ്പോഴും സമർപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ടൂറ് പോകണമെന്ന് താല്പര്യമില്ലായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ മോൻ ടൂറിന് പോകണമെന്ന് താല്പര്യമാണ്. ഞാൻ എന്ത് കട എടുത്തിട്ട് എൻ്റെ മോനെ വിടുമ്പോ അവിടെ തകരുന്നു പാരൻ എന്ന് പറയുന്ന സംഗതി. ബാപ്പയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ മക്കൾക്ക് 4 വയസ്സ് മുതൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾ നശിച്ചു. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ ഉണ്ടല്ലോ.